നമ്മൾ കഴിഞ്ഞ ദിവസം 11ാമത്തെ മൊഡ്യൂൾ 1-ലെ 11ാമത്തെ പോയിന്റ് വരെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. 12ാമത്തെ മൊഡ്യൂൾ 12ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ആർ ദി ബേസിക് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആസ് ഡിഫൈൻഡ് ബൈ ഫയോൾ. ഫയോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജ്മെന്റ് എക്സ്പേർട്ടാണ്. അദ്ദേഹത്തിൻ്റെ പഠനം അനുസരിച്ചിട്ട് മാനേജ്മെന്റ് ബേസിക് ഫങ്ഷൻസ് ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ് ഒക്കെ ഉള്ള. ചിലരുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ചില പോയിന്റ് കാണത്തില്ല, മറ്റ് എല്ലാ പോയിന്റുകളും കാണും. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ബേസിക്കായിട്ട് നമ്മൾ പറഞ്ഞതനുസരിച്ച് പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിങ് ഉണ്ട്, കോർഡിനേറ്റിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്, സ്റ്റാഫിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം മാനേജ്മെൻറ്റ് ഫങ്ഷനാണ്. മാനേജ്മെൻറ്റ് വ്യത്യസ്ത തലത്തിലുള്ള മാനേജ്മെൻറ്റുകൾ. ഇപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണെങ്കിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആണെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. മാർക്കറ്റിംഗ് പ്ലാൻ ആണെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സെയിൽസ് പ്ലാൻ ആണെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. മാർക്കറ്റിങ്ങിൽ തന്നെ വരുന്നതാണ് സെയിൽസും ഒക്കെ തന്നെ. അതുപോലെ തന്നെ IT-യുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ IT നമ്മുടെ ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സൊക്കെ മേടിക്കണോ, ഹാർഡ്വെയർസൊക്കെ മേടിക്കണോ എന്നൊക്കെയുള്ള അതിനെ സംബന്ധിച്ചുള്ള പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും എല്ലാം IT ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള മാനേജ്മെൻറ്റ് ഫങ്ഷൻസാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ്. അപ്പം അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ചോദിക്കാം. വാട്ട് ആർ ദ ബേസിക് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആസ് ഡിഫൈൻഡ് ബൈ ഫയോൾ. അപ്പോൾ ഇത് എഴുതിയാൽ മതി. പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ്. What is the importance of management in an organization? അപ്പോൾ ഈ പ്ലാനിങ്, ഓർഗനൈസിങ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാ മാനേജ്മെൻറ്റ് പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, സ്റ്റാഫിംഗ്, കൺട്രോളിങ്, പിന്നെ ലീഡിങ് ഒക്കെ ഉള്ളത് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ്. അതെല്ലാം. അടുത്തത്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ബിസിനസ് സ്ഥാപനത്തിലെ മാനേജ്മെൻറ്റ് ഉള്ളതുകൊണ്ട് എന്താണ് പ്രയോജനം, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ എന്ന് പറയും. ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ്. ബിസിനസ് സ്ഥാപനത്തിനാണ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. helps achieve goals efficiently, ensures optimal use of resources, improves coordination and teamwork, facilitates adaptation to changes in the environment, increases productivity and profitability. ഇതൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചാണില്ല. ഒന്ന്, ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങളെ നേടാൻ സഹായിക്കുന്നു മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ. ഹെൽപ്സ് അച്ചീവ് ഗോൾസ് എഫിഷ്യൻ്റ്ലി ഒന്നാമത്തെയാണ്. helps ACHIEV achieve goals. ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഗോൾസ് ആണ്. എഫിഷ്യൻ്റ്ലി EFFICIENTLY എന്നുവെച്ചാൽ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റ് ബിസിനസ്സിനെ സഹായിക്കുന്നു. രണ്ടാമത്തെയാണ് എൻഷുവേഴ്സ് ഓപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സസ്. ensures optimal use of resources. റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ men,
മെറ്റീരിയൽ, മണി, നോളജ് ഒരു റിസോഴ്സാണ്. അപ്പോൾ ഇതുപോലുള്ള വിഭവങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ, മെച്ചപ്പെട്ട രീതിയിൽ, ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് മറ്റൊരു ലക്ഷ്യം. എൻഷ്യൂർസ് ഓപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സസ്. റിസോഴ്സ് എന്നുള്ള വിഭവങ്ങൾ എന്നുള്ളതാണ്. മൂന്നാമതാണ് ഇംപ്രൂവ്സ് കോർഡിനേഷൻ ആൻഡ് ടീം വർക്ക്. കാരണം ഒത്തിരി ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇംപ്രൂവ്സ് കോർഡിനേഷൻ ആൻഡ് ടീം വർക്ക് എന്നുവെച്ചാൽ ഒരുമിച്ച് നിന്ന് ജോലി ചെയ്ത് പരിശ്രമിച്ചിട്ട് അതിനെ ബിസിനസ് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇംപ്രൂവ്സ് കോർഡിനേഷൻ ആൻഡ് ടീം വർക്ക്. അടുത്ത ഫെസിലിറ്റേറ്റ്സ് അഡാപ്റ്റേഷൻ ടു ചേഞ്ചസ് ഇൻ ദി എൻവയൺമെൻറ്റ്. facilitates adaptation to changes in the environment. എന്നുവെച്ചാൽ ബിസിനസ്സിൻ്റെ പരിതസ്ഥിതി, അകത്തും പുറത്തുള്ള പരിതസ്ഥിതി, പുറം ലോകത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, സൗകര്യപ്പെടുത്തുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ലക്ഷ്യം. കാരണം എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ അകത്തും പുറത്തും. ഇപ്പോൾ പെട്ടെന്ന് ഒരു സ്റ്റാഫ് റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ മറ്റൊരു സ്റ്റാഫിനെ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ എക്സ്പീരിയൻസും സ്കില്ലും ഒക്കെയുള്ള. അതുപോലെ പുറത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, രാഷ്ട്രീയം പരമായിട്ടുള്ള പൊളിറ്റിക്കൽ ചേഞ്ചസ്, പിന്നെ എക്കണോമിക് ചേഞ്ചസ് ഉണ്ട്, സാമ്പത്തികമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം, ടെക്നോളജിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം, ഇല്ലേ, കൺസ്യൂമേഴ്സിൻ്റെ ഒക്കെ ഇഷ്ടാനിഷ്ടങ്ങളുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം, ഫാഷൻ, സ്റ്റൈല്, ഇതൊക്കെ മാറാം. ഓരോ ബിസിനസ്സിനെ സംബന്ധിച്ച് ഉള്ള മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളുകയും ആന്തരികമായിട്ട് ബിസിനസ്സിൻ്റെ ഉള്ളിൽ ആ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഫലപ്രദമായ ബിസിനസ് പ്രവർത്തനങ്ങളെ ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഫെസിലിറ്റേറ്റ്സ് അഡാപ്റ്റേഷൻ ടു ചേഞ്ചസ് ഇൻ ദ എൻവയൺമെൻറ്റ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാനേജ്മെൻറ്റ് ഗോളാണ് ഇൻക്രീസസ് ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി, അല്ലേ, പ്രോഫിറ്റബിലിറ്റി. സോറി, പ്രോഫിറ്റബിലിറ്റി സ്പെല്ലിങ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിപ്പോയി. പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനക്ഷമത കൂട്ടിക്കൊണ്ട് ലാഭത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട് മാനേജ്മെൻറ്റിന്. ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കണം. എൻഷ്യൂർസ് ഓപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സസ്. വിഭവങ്ങളെ പരമാവധി നല്ല രീതിയിൽ, മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ പ്രൊഡക്ടിവിറ്റി നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ പ്രൊഡക്ടിവിറ്റി ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സിൻ്റെ ലാഭം ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ ഈ അഞ്ചെണ്ണമാണ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ. ഹെൽപ്സ് അച്ചീവ് ഗോൾസ് എഫിഷ്യൻ്റ്ലി, എൻഷ്യൂർസ് ഓപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സസ്. മൂന്നാമത്തെ ഇംപ്രൂവ്സ് കോർഡിനേഷൻ ടീം വർക്ക്. നാലാമത്തെ ഫെസിലിറ്റേറ്റ്സ് അഡാപ്റ്റേഷൻ ടു ചേഞ്ചസ് ഇൻ ദ എൻവയൺമെൻറ്റ്, ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. 14ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് മാനേജർ. ഒരു നല്ല മാനേജർക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയുള്ള എന്നുള്ളതാണ്. അതും പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നുവെച്ചാൽ വ്യക്തമായി സംസാരിക്കുവാനും കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ശ്രദ്ധിക്കുവാനും, പിന്നെ അതുപോലെ തന്നെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തുവാൻ സാധിക്കുകയും ആ സൊല്യൂഷനെ മറ്റുള്ളവരിലേക്ക് ധരിപ്പിക്കാനുള്ള കഴിവിനെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നൊക്കെ പറയുന്നത്. നമ്മൾ സിമ്പിളായിട്ട് പറയുന്നത് സംസാരിക്കാനുള്ള കഴിവ്. സംസാരിച്ചൊരു കാര്യമില്ല, വ്യക്തമായി പിന്നെ മീനിങ് ഫുള്ളായിട്ട്, അർത്ഥവത്തായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയുകയും അത് ധരിപ്പിക്കേണ്ട ആൾക്കാരെ ധരിപ്പിക്കുകയും അല്ലെങ്കിൽ അത് സംസാരിക്കേണ്ട ആൾക്കാർ സംസാരിക്കുകയും അവർക്കത് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും താഴെയുള്ള സ്റ്റാഫിന് കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൊണ്ട് ജോലി എടുപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കഴിവാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്കില്ല് എല്ലാ മാനേജർക്കും ഉണ്ടാകണം.
കാരണം ഈ കഴിവില്ലാത്തൊരു ആൾക്ക് മാനേജരാകാൻ സാധിക്കത്തില്ല. വെറും മൊണ്ണയായിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്ന ആൾക്ക് മാനേജരാകാൻ സാധിക്കത്തില്ല. 2 ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിയാണ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. അതൊരു മാനേജറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാണ്, ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത്. 3 ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ സ്കിൽസ്, നേതൃത്വ പാഠവും ഉണ്ടാകണം. അതുപോലെ തന്നെ മോട്ടിവേഷൻ സ്കിൽസ്, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ, തനിക്ക് താഴെയുള്ള സ്റ്റാഫിനെ എംപ്ലോയീസിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് ജോലികൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും നല്ല രീതിയിലും ചെയ്യുവാൻ, അതുവഴി ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുവാനും കഴിയത്തക്ക രീതിയിലുള്ള കഴിവ് ഒരു ബിസിനസ് മാനേജർക്കുണ്ടാകണം. ഒരു ബിസിനസ് മാനേജർ ലീഡറാകണം, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകണം. അനാലിറ്റിക്കൽ ആൻഡ് പ്രോബ്ലം സോൾവിങ് കേപ്പബിലിറ്റീസ്, എന്നുവെച്ചാൽ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുവാനും അതിനെ പരിഹരിക്കുവാനുമുള്ള കഴിവ് ഉണ്ടാകണം. അനലറ്റിക്കൽ കേപ്പബിലിറ്റി അല്ലെങ്കിൽ സ്കിൽ എന്ന് പറഞ്ഞാൽ വിശകലനം ചെയ്യുകയാണ്. ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാനും, അല്ലെ എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായെന്ന് മനസ്സിലാക്കാനും, പിന്നെ അതിനുള്ള സൊല്യൂഷൻ, പ്രശ്ന പരിഹാരം നേടിയെടുക്കാനുള്ള കഴിവ് ഒരു മാനേജർക്ക് ഉണ്ടാകണം. എബിലിറ്റി ടു അഡാപ്റ്റ് ചേഞ്ചസ്, മാറ്റങ്ങൾക്കനുസരിച്ച് മാറാനുള്ള കഴിവുണ്ടാകണം. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട 5 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് മാനേജർ എന്ന് പറയുന്നത്. 1 സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, 2 ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, 3 ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ സ്കിൽസ്, 4 അനലിറ്റിക്കൽ ആൻഡ് പ്രോബ്ലം സോൾവിങ് കേപ്പബിലിറ്റീസ്, 5 എബിലിറ്റി ടു അഡാപ്റ്റ് ചേഞ്ചസ്. ഈ എബിലിറ്റി ടു അഡാപ്റ്റ് ചേഞ്ചസ് എപ്പോഴും മാനേജ്മെൻറ്റ് വലിയൊരു ഇമ്പോർട്ടൻസ് ആണ്, ഗോളാണ്, അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ലക്ഷ്യമാണ്, പ്രാധാന്യമാണ്, അതൊരു ജോലിയാണ്. കാരണം മാറ്റങ്ങൾക്കനുസരിച്ച് ബിസിനസ്സിനെ മാറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ് പുറകോട്ട് പോവുകയും മറ്റുള്ള നമ്മളോട് മത്സരിക്കുന്ന മറ്റ് ബിസിനസ് നമ്മളെക്കാളും മെച്ചപ്പെട്ട രീതിയിൽ മുൻപോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് മാറ്റങ്ങളെ മനസ്സിലാക്കുകയും വേണം. ആ മാറ്റങ്ങൾക്കനുസരിച്ച് ബിസിനസ്സിനകത്തുണ്ടാക്കാൻ കഴിയുന്ന മാറ്റങ്ങൾ, ചേഞ്ചസ്, സംവിധാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകണമെങ്കിൽ, അതുപോലെ എല്ലാ മേഖലകളിലും ഏതൊക്കെ മേഖലകളിലാണ് മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാനുള്ള, അതാണ് അനലിറ്റിക്കൽ സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ അഡോപ്റ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ മാറ്റത്തിന് അനുസൃതമായിട്ടുള്ള മാറ്റം ബിസിനസ്സിൽ. അപ്പം ബിസിനസ്സിനകത്തും പുറത്തുമൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം തീർച്ചയായിട്ടും. ഉദാഹരണത്തിന് നമ്മൾ ഉദ്ദേശിച്ചൊരു ഓർഡർ പെട്ടെന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഓർഡർ ക്യാൻസലായി, അതൊക്കെ ഒരു മാറ്റമാണ്. അപ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ സജ്ജീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു മാനേജർക്ക് കഴിവുണ്ടാകണം. അടുത്ത 15-ാമത്തെ, വാട്ട് ആർ ദി ബേസിക് ഫങ്ഷൻസ് ഓഫ് എ മാനേജർ. ഒരു ഓർഗനൈസേഷൻ, ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു മാനേജറുടെ ബേസിക് ഫങ്ഷൻ എന്താണ്? സെറ്റിംഗ് ഓബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ തീരുമാനിക്കുക. എന്താണ് ലക്ഷ്യം? അപ്പം അടുത്തൊരു വർഷത്തേക്ക് ഉദാഹരണത്തിന് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ achieve sales by 50% more than this year. ഈ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഏറ്റവും കൂടുതൽ 50% കൂടെ സെയിൽസ് കൂട്ടുക എന്നുള്ളതാണ് ഒരു ഒബ്ജക്റ്റീവ്. അല്ലെങ്കിൽ റെഡ്യൂസ് ടോട്ടൽ എക്സ്പെൻസ് ബൈ 20% ദിസ് ഇയർ. ഈ വർഷം കഴിഞ്ഞ വർഷത്തിനേക്കാളിൽ ഉള്ള എക്സ്പെൻസിൻ്റെ 20% കുറയ്ക്കുക, അങ്ങനെ ലാഭവിഹിതം കൂട്ടുക. അല്ലെങ്കിൽ ഇൻക്രീസ് പ്രോഫിറ്റ്, INCREAS, ഇൻക്രീസ് പ്രോഫിറ്റ്സ് ബൈ 15% ദിസ് ഇയർ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങൾ, ഓബ്ജക്റ്റീവ്സ് ബിസിനസ്സിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫങ്ഷൻ, ബേസിക് ഫങ്ഷൻസ് ആണല്ലോ. പിന്നെ പ്ലാനിങ് ആൻഡ് അലോക്കേറ്റിംഗ് റിസോഴ്സ് നേരത്തെ പറഞ്ഞാണ്. ലീഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദ ടീം, കൺട്രോളിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് പെർഫോമൻസ് ഓഫ് ദി എംപ്ലോയീസ്, തൊഴിലാളികളുടെ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന സ്റ്റാഫിൻ്റെ, ജോലിക്കാരുടെ പെർഫോമൻസ്, അവരുടെ ജോലി ചെയ്യുന്ന രീതികൾ, കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടോ, ജോലി ചെയ്യുന്നുണ്ടോ, പറഞ്ഞ സമയത്തിനുള്ളിൽ ജോലി പൂർത്തീകരിക്കുന്നുണ്ടോ, നല്ല ഗുണമേന്മയോടുകൂടിയാണോ ജോലികൾ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും അതിനെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, അതിനെ നിയന്ത്രിക്കുക, അതിനുവേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഇതൊക്കെയാണ് ബേസിക് ഫങ്ഷൻസ് ഓഫ് എ മാനേജർ. അപ്പം ബേസിക് ഫങ്ഷൻസ്, സെറ്റിംഗ് ഓബ്ജക്റ്റീവ്സ്, പ്ലാനിങ് ആൻഡ് അലോക്കേറ്റിംഗ് റിസോഴ്സസ് നേരത്തെ പറഞ്ഞാണ്.
പ്ലാനിങ് ഓർഗനൈസിംഗ് എന്ന് വേണം എഴുതാം. പ്ലാനിങ് ഓർഗനൈസിംഗ് ആൻഡ് അലോക്കേറ്റിംഗ് റിസോഴ്സസ്, ലീഡിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദ ടീം, കൺട്രോളിംഗ് ആൻഡ് എവാലുവേറ്റിംഗ് പെർഫോമൻസ്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്, അത് ഉൾപ്പെടുത്താം. അടുത്താണ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് മാനേജീരിയൽ റോൾസ് അക്കോർഡിംഗ് ടു മിൻസ്ബർഗ്. മിൻസ്ബർഗിൻ്റെ തിയറി അനുസരിച്ച് എന്താണ് മാനേജ്മെൻറ്റ് റോൾസ്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇൻ്റർപേഴ്സണൽ റോൾസ്, എന്നുവെച്ചാൽ വ്യക്തികൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ബിൽഡിംഗ് റിലേഷൻഷിപ്സ്, ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അകത്തും പുറത്തും, ബിസിനസ്സിനകത്തും പുറത്തുള്ള വ്യക്തികളുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ബിസിനസ്സിന് പ്രയോജനകരമായ രീതിയിൽ. ആൻഡ് മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ്, ആ ബന്ധം നിലനിർത്തുക, ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതൊക്കെയാണ് ഇൻ്റർപേഴ്സണൽ റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇൻഫർമേഷൻ റോൾസ് ഉണ്ട്, ഷെയറിങ് ആൻഡ് പ്രോസസിങ് ഇൻഫർമേഷൻ, വിവരങ്ങൾ കൈമാറുക, അതിനെ പ്രോസസ്സ് ചെയ്യുക. ഡിസിഷണൽ റോൾസ്, മേക്കിംഗ് ഡിസിഷൻസ് ആൻഡ് സോൾവിങ് പ്രോബ്ലംസ്, തീരുമാനങ്ങൾ എടുക്കുക, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഈ 3 പ്രധാനപ്പെട്ട റോളുകളാണ് മിൻസ്ബർഗിൻ്റെ തിയറി അനുസരിച്ച് മാനേജീരിയൽ റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻ്റർപേഴ്സണൽ റോൾസ്, ഇൻഫർമേഷൻ റോൾസ് എളുപ്പമാണ് മനസ്സിലാക്കാൻ. IID എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇൻ്റർപേഴ്സണൽ റോൾസ്, ഇൻഫോർമേഷൻ റോൾസ്, ഡിസിഷണൽ റോൾസ്. അടുത്ത 17ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റോൾ ഓഫ് സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് ഇൻ മോഡേൺ ബിസിനസ്? ആധുനിക ബിസിനസ്സിൽ സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്, മാനേജ്മെൻറ്റിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട ആശയങ്ങളുടെ റോൾ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. ദ റോൾ ഓഫ് സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്. തോട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തിക്കുക, ആശയങ്ങൾ, മാനേജ്മെൻറ്റ് ആശയങ്ങൾ അല്ലെ മാനേജ്മെൻറ്റ് പഠനങ്ങളെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മേഖലയുണ്ടല്ലോ, ആ മേഖലയുടെ റോൾ എന്താണ് ആധുനിക ബിസിനസ് ലോകത്തെന്ന് പറഞ്ഞാൽ? അതിൻ്റെ ഉത്തരം, സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് പ്രൊവൈഡ്സ് ഫ്രെയിംവർക്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ടു ഗൈഡ് മാനേജേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് വ്യത്യസ്ത തലത്തിലുള്ള മാനേജേഴ്സിന് തീരുമാനങ്ങൾ എടുക്കത്തക്ക രീതിയിലുള്ള നൂതന ആശയങ്ങൾ നൽകുക. നൂതന പുതിയതായിട്ടുള്ള, ഇംപ്രൂവിങ് എഫിഷ്യൻസി, ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ആശയങ്ങൾ, അണ്ടർസ്റ്റാൻഡിങ് എംപ്ലോയി ബിഹേവിയർ, ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പെരുമാറ്റങ്ങൾ, മാനസികമായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, അതുപോലെ അഡാപ്റ്റിംഗ് ടു ചേഞ്ചിങ് എൻവയൺമെൻറ്റ്സ്. അപ്പോൾ ഈ മേഖലകളെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ നടത്തി നൂതനമായിട്ടുള്ള ആശയങ്ങൾ ബിസിനസ് ലോകത്തിന് നൽകുക എന്നുള്ളതാണ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തൊക്കെയാണ്? പ്രൊവൈഡ് ഫ്രെയിംവർക്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ടു ഗൈഡ് മാനേജേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് മാനേജേഴ്സിന് ലോകത്തുള്ള എവിടെയും ആര് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന വലിയ വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ റിസർച്ച് സ്കോളേഴ്സ്, മാനേജ്മെൻറ്റ് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ പഠിച്ചിട്ട് ഒരു പുതിയ പുതിയ ആശയങ്ങൾ, മറ്റെല്ലാം നമ്മൾ ശാസ്ത്രീയ മേഖലകളിൽ കാണുന്ന പോലുള്ള കണ്ടുപിടുത്തങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇതിനകത്തിലും പുതിയ പുതിയ ആശയങ്ങൾ കണ്ടുപിടിക്കുകയും പ്രിൻസിപ്പിൾസൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ജോലി മാനേജ്മെൻറ്റ് സ്കൂൾ ഓഫ് തോട്ടിനുണ്ട്. അവരുടെ പ്രധാന ഉദ്ദേശം നല്ല മാനേജേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള നൂതന ആവശ്യങ്ങൾ എന്നാൽ പഴയ ലോകത്ത് പ്രയോഗിച്ചിരുന്ന ആശയങ്ങൾ പുതിയ ലോകത്ത് ഒട്ടും നമുക്ക് അനുയോജ്യമല്ല. അതുകൊണ്ട് പുതിയ ലോകത്തിനെ നേരിടുവാനും പുതിയ ലോകത്ത് ബിസിനസ്സിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും പുതിയ ആശയങ്ങൾ വേണ്ടി വരും, പുതിയ ടൂൾസ് വേണ്ടി വരും. പിന്നെ ഇംപ്രൂവിങ് എഫിഷ്യൻസി, ബിസിനസ്സിൻ്റെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ വേണ്ട ആശയങ്ങൾ. ഇപ്പോൾ പഴയ കാലത്ത് നമ്മൾ തുറന്നുകൊണ്ട് പോകുന്ന ആശയങ്ങൾ ഇപ്പോഴത്തെ ഫാസ്റ്റ് വേൾഡിൽ അത് സാധ്യമാകത്തില്ല. അപ്പോൾ അതിന് ഉപകാരപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള നൂതന ആശയങ്ങൾ അവിടെ കൊണ്ടുവരിക. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങളും റിസർച്ചൊക്കെ നടത്തി അത് മുന്നോട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടിൻ്റെ റോൾ എന്ന് പറഞ്ഞത്. അപ്പോൾ മൊഡ്യൂൾ 1 കഴിഞ്ഞു. ഇനി മൊഡ്യൂൾ 2 നമുക്ക് പഠിക്കാനുള്ളത്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആൻഡ് ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി എന്നുള്ളതാണ്. പിന്നെ അതിൽ ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്? ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ഇറ്റ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ശാസ്ത്രീയമായ മാനേജ്മെൻറ്റ് എന്താണ്, അതാരാണ് അവതരിപ്പിച്ചത്? ഫ്രെഡറിക് W. ടൈലർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് അവതരിപ്പിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് ഓർഗനൈസേഷണൽ എഫിഷ്യൻസി. അതെപ്പോഴും ആവർത്തിക്കാറുണ്ട് നമ്മൾ. ഓർഗനൈസേഷണൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ബിസിനസ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക് ഉള്ള പഠനത്തെയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ബൈ സ്റ്റാൻഡർഡൈസിങ് ടാസ്ക് ആൻഡ് യൂസിങ് ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്.
സ്റ്റാൻഡർഡൈസിങ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരേ ജോലിയിൽ വ്യാപൃതരായിരിക്കുന്ന അല്ലെങ്കിൽ ഒരേ സ്കില്ല്, ഒരേ കഴിവ് ഉപയോഗിച്ച് ചെയ്യേണ്ട ജോലികളിൽ വ്യാപൃതരായിരിക്കുന്നവരെ പ്രത്യേകം തരംതിരിക്കുക. എന്നിട്ട് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി. ഒരു ജോലി ചെയ്യാൻ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് എത്രയും മെച്ചപ്പെട്ട രീതിയിൽ ജോലി ചെയ്യത്തക്ക രീതിയിലുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിന് അതിനെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ ആണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഫോക്കസസ് ഓൺ ഇംപ്രൂവിങ് organizational efficiency by standardizing tasks and using time and motion studies. It was introduced by Frederick W. Taylor. Scientific Management-ന്റെ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെഡറിക് ഡബ്ല്യു ടേലർ ആണ്. അത് വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്? അത് ചോദിക്കാൻ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഹു ഈസ് ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആൻഡ് വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഡെവലപ്പ് എ സയൻസ്, ഒരു ശാസ്ത്രം ഉണ്ടാക്കിയെടുക്കുക, വികസിപ്പിക്കുക. ഫോർ ഈച്ച് ടാസ്ക് ടു റീപ്ലേസ് ഓൾഡ് മെത്തേഡ്സ്, പഴയ രീതികളെ മാറ്റി നൂതനമായിട്ടുള്ള രീതികൾ ഉണ്ടാക്കിയെടുക്കുവാൻ അല്ലെങ്കിൽ അവലംബിക്കുവാൻ വേണ്ടി ഓരോ ജോലിക്കും വേണ്ടി അക്കൗണ്ട്സ്, ഫൈനാൻസ്, മാർക്കറ്റിംഗ്, സെയിൽസ്, അഡ്വർടൈസിങ്, ഹ്യൂമൻ റിസോഴ്സ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ, പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ടെക്നിക്കൽ ഫങ്ഷൻ, മെക്കാനിക്കൽ ഫങ്ഷൻ, ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഏതെല്ലാം മേഖലകളുണ്ടോ ആ ഓരോ മേഖലകളെക്കുറിച്ചും ഉള്ള ഒരു പ്രവർത്തന രീതികൾ മെച്ചപ്പെടുത്താൻ വേണ്ടി നൂതന ആശയങ്ങൾ, ഒരു ശാസ്ത്രീയമായിട്ടുള്ള തലത്തിൽ ഉള്ള നൂതന ആശയങ്ങൾ വികസിപ്പിച്ചെടുക്കുക. പഴയ ആശയങ്ങളെ മാറ്റി, പഴയ ആശയങ്ങൾ ഒരിക്കലും നമുക്ക് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പഴയ ലോകത്ത് അനുകൂലമായിട്ടുള്ള ആശയങ്ങൾ ഇപ്പോഴത്തെ പുതിയ ലോകത്ത് നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കത്തില്ല. അപ്പം ഇതൊരു സയൻസാണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. അപ്പം സയൻറ്റിഫിക്കായിട്ടുള്ള സ്റ്റഡികളിൽ കൂടി, ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളിൽ കൂടിയാണ് ഇത്തരം ആശയങ്ങളെ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സയൻറ്റിഫിക്കലി സെലക്ട് ആൻഡ് ട്രെയിൻ വർക്കേഴ്സ്, ജോലിക്ക് ആവശ്യമായിട്ടുള്ള ആൾക്കാരെ ശാസ്ത്രീയമായി തിരഞ്ഞെടുക്കുക. ചുമ്മാ നമുക്ക് ഇഷ്ടമുള്ള ആളെ തിരഞ്ഞെടുക്കുകയല്ല. നമ്മുടെ ബന്ധക്കാരനാണ്, അല്ലെങ്കിൽ സ്വന്തക്കാരനാണ്, കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ അമ്മാവൻ്റെ മോനാണ്, അമ്മാച്ചിയുടെ മോളാണെന്നും പറഞ്ഞ് നമ്മൾ ഒരു സ്റ്റാഫിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തെ ഇത് ബാധിക്കും. അതിന് പകരം ശാസ്ത്രീയമായിട്ട്, എന്നുവെച്ചാൽ ഒരു ജോലിക്ക് വേണ്ട സ്കില്ലും എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണോ, ആ വ്യക്തിക്ക് ഈ ജോലി ചെയ്യാൻ സാധിക്കുമോ, അപ്പോൾ ഈ ജോലി ചെയ്യാനുള്ള കഴിവുകൾ ആ വ്യക്തിയിൽ ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷം നമ്മളൊരു വ്യക്തിയെ റിക്രൂട്ട് ചെയ്യുകയും പിന്നെ അതിനുശേഷം വേണ്ട ട്രെയിനിങ് ഒക്കെ കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതികൾ അവലംബിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആശയങ്ങൾ, സയൻസ്, ഇതെല്ലാം കൊടുക്കുക എന്നുള്ളതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് മറ്റൊരു റോൾ അല്ലെങ്കിൽ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൂന്നാമത്തെ, എൻഷ്യൂർ കോഓപ്പറേഷൻ ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. തൊഴിലാളി മുതലാളിയും അല്ലെങ്കിൽ തൊഴിലാളി മാനേജ്മെൻറ്റും തമ്മിലുള്ള നല്ല ബന്ധം സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള ആശയങ്ങൾ. കോപ്പറേഷൻ അത്യാവശ്യമാണ്. തൊഴിലാളി മാനേജ്മെൻറ്റ് തമ്മിലുള്ള കോപ്പറേഷൻ അത്യാവശ്യമാണല്ലോ, തീർച്ചയായിട്ടും. അപ്പോൾ നാലാമത്തെ, ഡിവൈഡ് വർക്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഈക്വലി ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ്. മാനേജ്മെൻറ്റിൻ്റെയും ജോലിക്കാരുടെയും അവരുടെ ജോലികൾ കൃത്യമായിട്ട് വിഭജിച്ചു കൊടുക്കുക. മാനേജ്മെൻറ്റ് ഫങ്ഷൻ എന്താണ്, ജോലിക്കാരുടെ ഫങ്ഷൻ എന്താണ്, അപ്പോൾ അതൊക്കെ കൃത്യമായി പഠിച്ച് വിഭജിച്ച് ഒരു ജോലി ചെയ്യാൻ കഴിവും പ്രാപ്തിയുള്ള ആൾക്കാർക്ക് അവരുടെ സ്കില്ലിനനുസരിച്ചുള്ള ജോലി കൊടുക്കുക. അങ്ങനെ മാനേജ്മെൻറ്റിന് അവരുടെ ഫങ്ഷൻ കൃത്യമായി നിർവഹിച്ചു കൊടുക്കുക, വർക്കേഴ്സിൻ്റെ ഫങ്ഷൻസ് നിർവഹിച്ചു കൊടുക്കുക. അപ്പോൾ ഈ 4 എണ്ണമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഒന്ന്, ഡെവലപ്പ് എ സയൻസ് ഫോർ ഈച്ച് ടാസ്ക്, ഓരോ ജോലിക്കും വേണ്ട ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു മെത്തേഡ് അവലംബിക്കുക, നിർദ്ദേശിക്കുക. ടു റീപ്ലേസ്, മാറ്റാൻ, പഴയ മെത്തേഡിനെ മാറ്റി, പഴയ രീതിയെ മാറ്റി പുതിയ മെത്തേഡ് അവലംബിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ വേണ്ടി. സയൻറ്റിഫിക്കലി സെലക്ട് ആൻഡ് ട്രെയിൻ വർക്കേഴ്സ്, ജോലിക്കാരെ ശാസ്ത്രീയമായി തിരഞ്ഞെടുക്കുക, അതുപോലെ തന്നെ അവരെ ട്രെയിൻ ചെയ്യുക. കോപ്പറേഷൻ ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. പിന്നെ ഡിവൈഡ് വർക്ക്, ഡിവിഷൻ ഓഫ് ലേബർ അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയാം. അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ വീതിച്ചു കൊടുക്കുക. എല്ലാവർക്കും എല്ലാ ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ മാർക്കറ്റിങ്ങിലുള്ള ആൾക്കാരുടെ ജോലി ഫൈനാൻസിലുള്ളവർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ ജോലി പ്രൊഡക്ഷനിലുള്ളവർക്ക് പറ്റത്തില്ല, അവരുടെ ജോലി IT-ക്ക് പറ്റത്തില്ല. അപ്പോൾ കൃത്യമായിട്ട് ഒരു എംപ്ലോയിയുടെ അല്ലെങ്കിൽ ഒരു വർക്കറിൻ്റെ സ്കില്ലും ക്വാളിഫിക്കേഷനും എഫിഷ്യൻസി അനുസരിച്ച് കൃത്യമായ ടാസ്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്
ഒരു പ്രിൻസിപ്പിളാണ്. ഈ മൂന്നാമത്തെ ചോദ്യം, നെയിം കീ കോൺട്രിബ്യൂട്ടേഴ്സ് ടു സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിന് വേണ്ടി സംഭാവനകൾ നൽകിയിട്ടുള്ള ആരൊക്കെയാണ്? ഫ്രെഡറിക് ഡബ്ല്യു ടൈലർ, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഫാദറാണ്. ഹെൻറി എൽ നാട്ട്, നാറ്റ് ചാർട്ട് ഫോർ ഷെഡ്യൂളിംഗ്, നാട്ടെന്നാണ് തോന്നുന്നത് പറയുന്നത്, നാറ്റ് ചാർട്ട് ഫോർ ഷെഡ്യൂളിംഗ്. പിന്നെ ഫ്രാങ്ക് ആൻഡ് ലില്ലിയൻ ഗിൽബ്രത്ത്, ടൈം ആൻഡ് മോഷൻ സ്റ്റഡി. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാനേജ്മെൻ്റ് അത്. അപ്പോൾ ടൈം ആൻഡ് മോഷൻ സ്റ്റഡിയുടെ ഈ ഉപജ്ഞാതാവ് ഫ്രാങ്ക് ആൻഡ് ലില്ലിയൻ ഗിൽബ്രത്ത് ആണ്. ചെസ്റ്റർ ബർണാഡ്, തിയറി ഓഫ് കോപ്പറേഷൻ ഇൻ ഓർഗനൈസേഷൻ. ബിസിനസ്സിൽ ഈ പരസ്പര സഹകരണത്തിൻ്റെ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചെസ്റ്റർ. അപ്പോൾ ഈ 4 പേരാണ് ശരിക്കും പറഞ്ഞാൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ കോൺട്രിബ്യൂട്ടേഴ്സ് എന്നാണ് സംഭാവനകൾ നൽകിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടാണ് ഫ്രെഡറിക് ഡബ്ല്യു ടൈലർ എന്നുള്ളത്. നാലാമത്തെ, വാട്ട് ആർ ഹെൻറി ഫെയർസ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, എന്നുവെച്ചാൽ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഡിവിഷൻ ഓഫ് വർക്ക്, ജോലി വിഭജിച്ചു കൊടുക്കുക. ഡിസിപ്ലിൻ, അച്ചടക്കം. യൂണിറ്റി ഓഫ് കമാൻഡ് ഞാൻ പറഞ്ഞാണ്. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പറഞ്ഞാണ്. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, വ്യക്തി താല്പര്യങ്ങളെ മാറ്റി നിർത്തി ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുക. റെമ്യൂണറേഷൻ, പ്രതിഫലം അല്ലെങ്കിൽ ശമ്പളം, കൂലി. സെൻട്രലൈസേഷൻ, കേന്ദ്രീകൃതമായിട്ടുള്ളൊരു സംവിധാനം. സ്കെലാർ ചെയിൻ, നമ്മൾ പറഞ്ഞാണ് കമ്മ്യൂണിക്കേഷൻ്റെ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. കാരണം ഒരു തലത്തിലുള്ള ആൾക്കാർ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവരുടെ തൊട്ട് മുകളിലുള്ള ആളിനോടായിരിക്കും. ഇപ്പോൾ ഒരു അക്കൗണ്ടൻറ്റ് കാര്യങ്ങൾ, ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അക്കൗണ്ട്സ് മാനേജറിൻ്റെ അടുത്തായിരിക്കും. അക്കൗണ്ട്സ് മാനേജർ അതിൻ്റെ മേളിൽ CFO, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറോ അല്ലെങ്കിൽ ഫൈനാൻസ് മാനേജറൊക്കെ ഉണ്ടെങ്കിൽ ഫൈനാൻസ് മാനേജറിൻ്റെ അടുത്തായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഫൈനാൻസ് മാനേജർ CEO-യുടെ അടുത്തായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്കെലാർ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പിന്നെ ഓർഡർ, എല്ലാത്തിനും ഒരു രീതിയുണ്ട്, ക്രമമുണ്ട്. ഇക്വിറ്റി, സമഭാവനയോടുകൂടി എല്ലാവരെയും കാണണം. സ്റ്റെബിലിറ്റി ഓഫ് ടെനുവർ, ജോലിക്കൊരു സ്ഥിരതയുണ്ട്. ഇനിഷ്യേറ്റീവ് എന്നുവെച്ചാൽ നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുക്കുക എന്നൊക്കെ നമ്മൾ അറിയില്ലേ, എല്ലാത്തിനും ഒരു തുടക്കം കുറിക്കുക, തുടക്കം. പിന്നെ എസ്പിരിറ്റ് ഡി കോപ്സ്, അതിന് ഒരു ടീം വർക്കോടുകൂടി, ഒരു സ്പിരിറ്റോടുകൂടി, ഒരു സ്പോർട്സ്മാൻ ഒരു ടീമായിട്ടുള്ളൊരു ടീം സ്പിരിറ്റോടുകൂടി കോപ്പറേറ്റ് ചെയ്ത് എല്ലാവരും പരസ്പരം സഹകരിച്ച് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അതിനെയാണ് എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഹെൻറി ഫെയർസ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത്. അടുത്ത, വാട്ട് ഈസ് ദ ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി എംഫസൈസസ് ഫോർമൽ സ്ട്രക്ചർ, ക്ലിയർ അതോറിറ്റി ആൻഡ് എഫിഷ്യൻസി. ഫോർമൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഔപചാരികമായിട്ടുള്ളൊരു ഘടന. എന്നുവെച്ചാൽ മുകളിലൊരു മാനേജർ, അതിൻ്റെ താഴെ 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 ഇങ്ങനെ, അല്ലെങ്കിൽ CFO, മാനേജിങ് ഡയറക്ടർ, അതിൻ്റെ താഴെ മാനേജേഴ്സ്, അതിൻ്റെ താഴെ സൂപ്പർവൈസേഴ്സ്, അതിൻ്റെ താഴെ സാധാ എംപ്ലോയീസ്. അപ്പം അവർക്ക് കൃത്യമായിട്ടുള്ള ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആർക്ക് എന്ത് ജോലി ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാം, അത് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്, അതിനകത്ത് കൺഫ്യൂഷനൊന്നുമില്ല. അപ്പോൾ എല്ലാവരും അവരവരുടെ ജോലിയിൽ വ്യാപൃതരായിരിക്കുക, അത് മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യുക, എന്നിട്ട് അത് അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബോസിനടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു ഫോർമൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ അതോറിറ്റി, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു അതോറിറ്റി ഉണ്ട്. ആരെന്ത് ചെയ്യണം, ആരോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു പിക്ചർ അവിടെ ഉണ്ട്. അതുപോലെ എഫിഷ്യൻസി, അത് നമുക്കറിയാം, മെച്ചപ്പെട്ട രീതിയിൽ മേന്മ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ജോലിയിൽ. ഇറ്റ് ഇൻക്ലൂഡ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ്. അതിൽ സയൻറ്റിഫിക് ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറിക്കകത്തിൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് വരും, അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾസ് വരും, ഫയോലിൻ്റെ, അതുപോലെ തന്നെ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ്. ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെബർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ മാനേജ്മെൻറ്റ് എക്സ്പെർട്ടിൻ്റെ തിയറിയാണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. തൽക്കാലം ഇത്ര മനസ്സിലാക്കിയാൽ മതി. ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി അനുസരിച്ച് ഒരു ഫോർമൽ സ്ട്രക്ചർ ഉണ്ടാകും, ക്ലിയർ അതോറിറ്റി ഉണ്ടാകും, എഫിഷ്യൻസി ഉണ്ടാകും. ഇതിനകത്തിൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഉൾപ്പെട്ടിട്ടുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫയോലിൻ്റെ, പിന്നെ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻ്റ് ഉണ്ട്. വാട്ട് ഈസ് മാക്സ് വെബേഴ്സ് തിയറി ഓഫ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ്.
ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ്. ഇപ്പം മാക്സ് വെബേഴ്സ് തിയറി ഓഫ് ഫോക്കസസ് ഓൺ, ഒരു സെക്കൻഡ് ഞാനൊന്ന് ഇത് ചെയ്യാൻ നോക്കട്ടെ. ഒരു സെക്കൻഡ്. ഒന്ന് ഹോൾഡ് ചെയ്യുക. മാക്സ് വെബർ തിയറി ഇമേജ്. എൻ്റെ പിക്ചർ വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് മാക്സ് വെബർ. അത് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മാക്സ് വെബറാണ്. മാക്സ് വെബറിന്റെ തിയറി അനുസരിച്ചിട്ട് കോപ്പി ഇമേജ്. ഓക്കെ, ഇതാണ് മാക്സ് വെബറിന്റെ തിയറി അനുസരിച്ചിട്ട് ഒരു ഓർഗനൈസേഷൻ എങ്ങനെ ആയിരിക്കും. ഓർഗനൈസേഷൻ ബൈ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ മുകളിൽ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ആയിരിക്കും. ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായിരിക്കും. അതല്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ഉണ്ട്, കരിയർ ഓറിയന്റഡ് എംപ്ലോയ്മെന്റ് ഉണ്ട്. ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ടോപ്പ് ടു ബോട്ടം. ടോപ്പ് ടു ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് ടു ബോട്ടം പറയാൻ പറ്റുന്നത്? ഷേപ്സ്, ടോപ്പ് ടു ബോട്ടം. പ്രാധാന്യമില്ല. ടോപ്പ് ടു ബോട്ടം എന്ന് പറയുമ്പം മുകളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് CFO, താഴെ മാനേജേഴ്സ്. മാനേജേഴ്സ് പറഞ്ഞാൽ ടോപ്പ് മാനേജേഴ്സ്, താഴെ മിഡിൽ മാനേജേഴ്സ്, പിന്നെ വേണമെങ്കിൽ അസിസ്റ്റന്റ് മാനേജേഴ്സ്, പിന്നെന്താണ് സൂപ്പർവൈസേഴ്സ് വേണമെങ്കിൽ നമുക്ക് പറയാം. സൂപ്പർവൈസേഴ്സ്, പിന്നെ എംപ്ലോയീസ്, ഓർഡിനറി സ്റ്റാഫ്സ്. അപ്പോൾ ഇത്രയും വരുന്നൊരു സ്ട്രക്ചറാണ് നമ്മുടെ എല്ലാ ഓർഗനൈസേഷനിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊരു ഹൈറാർക്കിയാണ്. ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ശ്രേണീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഏറ്റവും താഴത്തെ തലത്തിൽ ഓർഡിനറി സ്റ്റാഫ്, അതിൻ്റെ മുകളിൽ സൂപ്പർവൈസേഴ്സ്, മേളിൽ അസിസ്റ്റന്റ് മാനേജേഴ്സ്. പല കമ്പനികളിലും പല രീതിയിലായിരിക്കും. അതിൻ്റെ മുകളിൽ മിഡിൽ മാനേജേഴ്സ്, അതിൻ്റെ മുകളിൽ ടോപ്പ് മാനേജേഴ്സ്, ഏറ്റവും മുകളിൽ CFO അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർ എന്ന് പറയുന്നത്. CFO അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർ വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഉണ്ടാകും. BOARD, ഇതൊക്കെ വലിയ കമ്പനിയുടെ കാര്യമാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ഈ CFO അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർ തീരുമാനിക്കുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടർ ഒരു കൂട്ടം ആൾക്കാരായിരിക്കും അതിൻ്റെ ഡയറക്ടർ ബോർഡിൽ. അവർ CFOയെ തീരുമാനിക്കും. CFOയുടെ താഴെ കുറേ മാനേജേഴ്സ് കാണും. അതിൻ്റെ താഴെ മിഡിൽ മാനേജേഴ്സ് കാണും. ഈ ടോപ്പ് മാനേജേഴ്സ് പറഞ്ഞാൽ അത് ചിലപ്പം ഫൈനാൻഷ്യൽ മാനേജർ ഉണ്ടാകാം, HR മാനേജർ ഉണ്ടാകാം, IT മാനേജർ ഉണ്ടാകാം,
പ്രൊഡക്ഷൻ മാനേജർ. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി ആണെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ, പിന്നെ മാർക്കറ്റിംഗ് മാനേജർ, സെയിൽസ് മാനേജർ, അഡ്വർടൈസിങ് മാനേജർ, പിന്നെ അതാണ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ. ഇങ്ങനെയുള്ള ഒത്തിരി മാനേജേഴ്സ് ഉണ്ടാകാനായിട്ട് ഓരോ കമ്പനിക്കും വ്യത്യസ്തമായിട്ടുള്ള ഫങ്ഷൻസ് ആയിരിക്കും. ഈ ടോപ്പ് മാനേജേഴ്സാണ് ഇതെല്ലാം. ഫിനാൻഷ്യൽ മാനേജർ, HR മാനേജർ, പിന്നെ അവർക്ക് താഴെ ഫിനാൻസ് മാനേജർക്ക് താഴെ പിന്നെ ചിലപ്പം ഒന്നിൽ കൂടുതലൊക്കെ അക്കൗണ്ട്സ് മാനേജേഴ്സോ അല്ലെങ്കിൽ അതുപോലുള്ള അക്കൗണ്ട്സ് ഡയറക്ടേഴ്സ് എന്തെങ്കിലുമൊക്കെ കാണാം. HR മാനേജർക്ക് താഴെയും കാണാം. അപ്പോൾ ഇതെല്ലാം ഒരു ശ്രേണീകരിക്കപ്പെട്ടൊരു രീതിയിലാണ് ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഡിവിഷൻ ഓഫ് ലേബർ അറിയാം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും. എല്ലാത്തിനും ഒരു നിയമം ഉണ്ടാകും, ഒരു രീതി ഉണ്ടാകും, റെഗുലേഷൻ ഉണ്ടാകും. എല്ലാവർക്കും തോന്നിയ രീതിയിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഇമ്പേഴ്സണൽ ഇവിടെ തെറ്റാണ്. ഇമ്പേഴ്സണൽ റിലേഷൻസ്. പേഴ്സണൽ അല്ലാത്ത വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളല്ല ഇതിൽ, ഔദ്യോഗികമായിട്ടുള്ള ബന്ധങ്ങളേ ഉള്ളൂ. പിന്നെ കരിയർ ഓറിയൻറ്റഡ് എംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ജോലിക്ക് നമ്മൾ ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലിക്ക് കൂടുതൽ മെച്ചം കിട്ടുകയും മേന്മ കിട്ടുകയും കൂടുതൽ നമുക്ക് മുകളിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യണം. അപ്പോൾ ഇതാണ് മാക്സ് വെബറിൻ്റെ തിയറി ഓഫ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ടാകും. എന്നാൽ അത് ടോപ്പ് ടു ബോട്ടം ആയിരിക്കും. മുകളിൽ ഏറ്റവും വലിയ മാനേജർ അല്ലെങ്കിൽ CFO, MD, താഴെ ടോപ്പ് മാനേജേഴ്സ്, അങ്ങനെ താഴോട്ടായിട്ട് വന്ന് ഏറ്റവും താഴെത്തട്ടിൽ നോർമൽ എംപ്ലോയീസ്. ഡിവിഷൻ ഓഫ് ലേബർ ഓരോരുത്തരുടെയും സ്കില്ലും ക്വാളിഫിക്കേഷൻ എബിലിറ്റി അനുസരിച്ച് അവർക്ക് കഴിവുള്ള ജോലി ഏർപ്പെടാൻ ഉള്ള സൗകര്യങ്ങൾ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇംപേഴ്സണൽ റിലേഷൻഷിപ്സ്, വ്യക്തിപരമല്ലാത്ത ബന്ധങ്ങൾ. കരിയർ ഓറിയൻറ്റഡ് എംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ മെച്ചപ്പെട്ട ജോലി, കൂടുതൽ പ്രൊമോഷൻ അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ശമ്പളം, സൗകര്യങ്ങൾ, ഇതൊക്കെയാണ് കരിയർ ഓറിയൻറ്റഡ് എംപ്ലോയ്മെൻറ്റ് പറയുന്നത്. ഇനി അടുത്തത് മൊഡ്യൂൾ 3 ആണ്, പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആണ് മൂന്നാമത്തെ മൊഡ്യൂൾ, അല്ലെങ്കിൽ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് പ്ലാനിങ് ഇൻ മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റിൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിംഗ് ഗോൾസ്, ഡിറ്റർമിനിങ് റിസോഴ്സസ്. നേരത്തെ നമ്മൾ പറഞ്ഞാണ് എന്താണ് നേടേണ്ടത്, ടാർഗറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുക, ലക്ഷ്യം ഫിക്സ് ചെയ്യുക, തീരുമാനിക്കുക, അതിന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുക. ആൻഡ് ഡിസൈഡിങ് ദ ബെസ്റ്റ് വേ ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ്. ആ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഏറ്റവും മെച്ചപ്പെട്ട രീതികൾ കണ്ടുപിടിക്കുക, അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ചോദിക്കാം, വാട്ട് ഈസ് പ്ലാനിങ്, അല്ലെങ്കിൽ ഡിഫൈൻ പ്ലാനിങ് ഇൻ ബിസിനസ്, അല്ലെങ്കിൽ ഡിഫൈൻ പ്ലാനിങ് ഇൻ ഓർഗനൈസേഷൻ. അപ്പോൾ പ്ലാനിങ് ഈസ് എ പ്രോസസ് ഓഫ് സെറ്റിംഗ് ഗോൾസ്. മൂന്നെണ്ണമുള്ളൂ: സെറ്റിംഗ് ഗോൾസ്, ഡിറ്റർമിനിങ് റിസോഴ്സസ്, ആൻഡ് ഡിസൈഡിങ് ദ ബെസ്റ്റ് വേ ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ്. അടുത്ത, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ്? പ്ലാനിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ ഓറിയൻറ്റഡ് ആണ്. കാരണം ഒരു ലക്ഷ്യം ആദ്യം ഫിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പിന്നെ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. കണ്ടിന്യൂസ് പ്രോസസ് എന്നാൽ തുടർന്നുകൊണ്ടേയിരിക്കുക പ്രോസസ്, പ്രക്രിയ. പെർവേഴ്സീവ് ഫങ്ഷൻ, ഫ്ലെക്സിബിൾ ആൻഡ് അഡാപ്റ്റീവ്, ഫോർവേഡ് ലുക്കിംഗ്. ഗോൾ ഓറിയൻറ്റഡ് ആണ്,
കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഈ മൂന്നാമത്തെ പ്രയാസമാണെങ്കിൽ മൂന്നാമത്തെ വിട്ടത് ഗോൾ ഓറിയൻറ്റഡ് എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഗോൾ സെറ്റിംഗ് എന്ന് എഴുതിയാൽ മതി. ഗോൾ സെറ്റിംഗ്, കണ്ടിന്യൂസ് പ്രോസസ്. നാലാമത്തെ ഫ്ലെക്സിബിൾ ആൻഡ് അഡാപ്റ്റീവ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉണ്ടാവും, ഒരു വഴക്കമൊക്കെ ഉണ്ടാവും. നമ്മൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറുക, അല്ല മസിൽ പിടിച്ചിരിക്കുക എന്നുള്ളതല്ല. പിന്നെ ഫോർവേഡ് ലുക്കിംഗ് എന്ന് വെച്ചാൽ ദീർഘവീക്ഷണമുള്ള, മുമ്പോട്ട് ഉള്ള വീക്ഷണം. നാളെ എന്തായിരിക്കും, അല്ല നാളെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളെങ്ങനെ മാറ്റും, അല്ലെങ്കിൽ നമ്മളെങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള, മുന്നോട്ടായിരിക്കും എപ്പോഴും നമ്മളുടെ ശ്രദ്ധ. ദീർഘവീക്ഷണമുള്ള എന്നുള്ളതാണ് ഫോർവേഡ് ലുക്കിംഗ്. ഗോൾ ഓറിയന്റഡ് ആണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്നുവെച്ചാൽ ഇന്ന് പ്ലാൻ ചെയ്ത് ഇന്നുകൊണ്ട് അത് നിർത്തുകയല്ല, നാളെയും പ്ലാൻ ചെയ്യും, മറ്റന്നാളും നമ്മൾ പ്ലാൻ ചെയ്യും ബിസിനസിന്റെ കാര്യങ്ങൾ. പിന്നെ ഫ്ലെക്സിബിൾ ആൻഡ് അഡാപ്റ്റീവ് ആണ്. പെർവേസീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫംഗ്ഷനിലും ഉണ്ടെന്നുള്ളതാണ്. പെർവേസീവ് എന്ന് വെച്ചാൽ എല്ലായിടവും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ഫംഗ്ഷനിലും ഉണ്ട്. അത് ഫൈനാൻസിലും ഉണ്ട്, അക്കൗണ്ട്സിലും ഉണ്ട്, പ്രൊഡക്ഷനിലും ഉണ്ട്, മാർക്കറ്റിങ്ങിലും ഉണ്ട്, സെയിൽസിലുണ്ട്, IT-യിലുണ്ട്, ഹ്യൂമൻ റിസോഴ്സിലുണ്ട്. അങ്ങനെ ബിസിനസ്സിന് ഏതെല്ലാം തലമുണ്ട് ആ തലത്തിലെല്ലാം പ്ലാനിങ് ഉണ്ട്. അതാണ് പെർവേസീവ്, വ്യാപിച്ചിരിക്കുന്നത്, എല്ലാ ഫംഗ്ഷനിലും വ്യാപിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എഴുതണ്ട, ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ. ഗോൾ ഓറിയന്റഡ് എഴുതുക, കണ്ടിന്യൂസ് പ്രോസസ് എഴുതുക, നാലാമത്തെ ഫ്ലെക്സിബിൾ ആൻഡ് അഡാപ്റ്റീവ് എഴുതുക, ഫോർവേഡ് ലുക്കിംഗ് എഴുതുക. അല്ലെങ്കിൽ മൂന്നെണ്ണം ആയാലും മതി. ഗോൾ ഓറിയന്റഡ്, കണ്ടിന്യൂസ് പ്രോസസ്, ഫ്ലെക്സിബിൾ ആൻഡ് അഡാപ്റ്റീവ്. മൂന്നെണ്ണം ആയാലും കുഴപ്പമില്ല. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ്. അടുത്ത സ്റ്റെപ്സ് ഇൻ ദ പ്ലാനിങ് പ്രോസസ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാനിങ് പ്രോസസ്സിലെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്? സെറ്റിംഗ് ഓബ്ജക്റ്റീവ്സ്, അതാണ് ആദ്യം തുടക്കം. നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മൾ തീരുമാനിക്കുക, സെറ്റ് ചെയ്യുക നമ്മുടെ ലക്ഷ്യം. സെറ്റിംഗ് ക്ലിയർ ഓബ്ജക്റ്റീവ്സ്, അല്ലെ ക്ലിയർ എയിംസ് എന്ന്. എയിംസ് അല്ല, എയിം എന്ന് പറയാനല്ല, എയിം അല്ല ലക്ഷ്യം. ഇവിടെ ഓബ്ജക്റ്റീവ് എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. എന്താണ് നമ്മൾ നേടിയെടുക്കാൻ പോകുന്നത്. അനലൈസ് ദി എൻവയൺമെന്റ്, നമ്മുടെ സാഹചര്യങ്ങളെ, പരിസ്ഥിതികളെ നമ്മൾ അനലൈസ് ചെയ്യുക, പഠിക്കുക, വിശകലനം ചെയ്യുക. അപ്പൊ ഇത് പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് ആണ്. ആദ്യം സെറ്റിംഗ് ദ ഗോൾസ്, സെറ്റിംഗ് ദ ഓബ്ജക്റ്റീവ്സ്. രണ്ടാമത്തെ അനലൈസിങ് ദ എൻവയൺമെന്റ്. ഐഡന്റിഫൈ ഓൾട്ടർനേറ്റീവ്സ്, ഇതിന് ബദലായിട്ട് മറ്റേതെങ്കിലും രീതികൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ഐഡന്റിഫൈ ഓൾട്ടർനേറ്റീവ്സ്, ഇതല്ലാതെ മറ്റേതെങ്കിലും വഴിയുണ്ടോ നമ്മൾ തിരഞ്ഞെടുക്കുക, കണ്ടുപിടിക്കുക. ഇവാലുവേറ്റ് ആൻഡ് സെലക്ട് ഓൾട്ടർനേറ്റീവ്സ്, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുക. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ലക്ഷ്യം, അതിന് പകരം മറ്റൊരു വഴി, അതിലേക്ക് പോകാൻ നമ്മളുള്ള വഴികൾ അനലൈസ് ചെയ്യുക. ഈ വഴിയല്ലാതെ മറ്റേതെങ്കിലും വഴി എന്ന് പറഞ്ഞാൽ ഇത് നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ സാധിക്കാം. ഇത് നമ്മൾ സ്വയം ഉണ്ടാക്കണോ, ഈ ഉൽപ്പന്നം നമ്മൾ സ്വയം നിർമ്മിക്കണോ, അതോ പുറത്ത് കൊടുത്ത് നമ്മൾ നിർമ്മിക്കണോ? ഇനി പുറത്ത് കൊടുത്ത് നിർമ്മിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് ഇത് നിർമ്മിക്കേണ്ടത്? അപ്പൊ അവരിൽ നിന്ന് നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ചിലവ് ഉണ്ടാകും, എത്ര ലാഭം ഉണ്ടാകും? രണ്ടാമത്തെ ആടെ കയ്യിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ചിലവും എത്ര ലാഭവും ഉണ്ടാകും? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വഴികൾ ഇവാലുവേറ്റ് ചെയ്യുക, പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ എന്നിട്ട് ആ പ്ലാൻ നമ്മൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അവസാനത്തെ മോണിറ്റർ ആൻഡ് റിവ്യൂ പ്രോഗ്രസ്. അപ്പൊ ഇത് നടപ്പിലാക്കിയതിന് ശേഷം ഇത് നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ കാര്യങ്ങൾ, ഇതിന്റെ പുരോഗതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, റിവ്യൂ ചെയ്യണം. നമ്മൾ അത് മോണിറ്റർ ചെയ്യണം, സൂക്ഷ്മമായി നിരീക്ഷിക്കണം, അതിന്റെ പ്രോഗ്രസിനെ നമ്മൾ റിവ്യൂ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ സെറ്റിംഗ് ഗോൾസ്, രണ്ട് അനലൈസ് ദി എൻവയൺമെന്റ്, രണ്ടാമത്തെ എല്ലാം കുഴപ്പമില്ല, സെറ്റിംഗ് ഓബ്ജക്റ്റീവ്സ്, രണ്ടാമത്തെ ഐഡന്റിഫൈ ഓൾട്ടർനേറ്റീവ്സ്, പിന്നെ ആ ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, എന്നിട്ട് ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക പ്ലാൻ. എന്നിട്ട് അതിനെ നമ്മൾ നിരീക്ഷിക്കുകയും അതിൻ്റെ പുരോഗതിയെക്കുറിച്ച് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി അതിന് വേണ്ട മാറ്റങ്ങൾ, പ്ലാനിൽ എന്തെങ്കിലും മാറ്റം ഇടയ്ക്ക് വെച്ച് വേണോ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് കൈക്കൊള്ളുക എന്നുള്ളതാണ്. ഇത്രയാണ് സ്റ്റെപ്സ് ഇൻ ദി പ്ലാനിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി എത്ര തരം പ്ലാനിങ് ഉണ്ടെന്നുള്ളതാണ്. ഈ പ്ലാനിങ് ലോകത്ത് എല്ലായിടത്തും എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ മൂന്ന് തരം പ്ലാനിങ് ഉണ്ടാകും. ഒന്ന് സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ടാക്ടിക്കൽ പ്ലാനിങ് അതിൻ്റെ താഴെ വരുന്നതാണ്. പിന്നെ ഓപ്പറേഷണൽ പ്ലാനിങ്. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് പ്ലാനിങ് അത് ലോങ് ടേം പ്ലാനിങ് ആയിരിക്കും. നമ്മൾ
നമ്മുടെ ഏറ്റവും ദീർഘകാലത്തെ ഉദാഹരണത്തിന് ഇനി വരുന്ന 5 വർഷം കൊണ്ട് നമ്മൾ കമ്പനിയുടെ സെയിൽസ് 500 കോടി ആക്കണം. 500 കോടി ഉദാഹരണത്തിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 2024 മുതൽ 25 2025 to 30 കാലയളവിൽ നമ്മുടെ സെയിൽസ് കമ്പനിയുടെ 500 കോടിയായിട്ട് നമുക്ക് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ വർദ്ധിപ്പിക്കണം. ഇപ്പോൾ ഉള്ളത് 100 കോടിയോ വല്ലതും ആയിരിക്കട്ടെ, 100 കോടിയോ വല്ലതും ആയിരിക്കുന്നിരിക്കട്ടെ. അപ്പൊ ഈ 100 കോടി എന്നുള്ളത് അടുത്ത 5 വർഷം കഴിയുമ്പോഴത്തേക്ക് 500 കോടി നമ്മുടെ സെയിലാക്കണം. അപ്പൊ ഇതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ദീർഘകാലം ലോങ് ടൈമിലേക്കുള്ള, ഇവിടുന്ന് മുതൽ മുമ്പോട്ട് 5 വർഷം 10 വർഷത്തിനുള്ളിൽ നമുക്കൊരു ലക്ഷ്യം നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്. അതെന്തുമാകാം, ഇപ്പോൾ സെയിലാകാം, സെയിൽ കൂട്ടുന്നതിൻ്റെ ആകാം, പ്രോഫിറ്റ് കൂട്ടുന്നതിൻ്റെ ആകാം, അല്ലെങ്കിൽ ബ്രാഞ്ചസ് അടുത്ത 5 വർഷം നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു 10 ബ്രാഞ്ചസ് തുടങ്ങണം. ഓൾ ഓവർ കേരളയിൽ നമുക്കൊരു 10 ബ്രാഞ്ച് തുടങ്ങണം, മനസ്സിലായല്ലോ, അടുത്ത 5 വർഷം. അപ്പം ഇതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. അടുത്ത ടാക്ടിക്കലാണ്. ടാക്ടിക്കൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനെ സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടിയുള്ളതാണ്. അത് ഷോർട്ട് ടൈം ആയിരിക്കും. ഷോർട്ട് ടൈം പ്ലാനിങ് എന്നുവെച്ചാൽ ഈ 500 കോടി സെയിൽ നമ്മൾ 5 വർഷം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെയാണ് ടാക്ടിക്കൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ടാക്ടിക്കൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റൽ ഗോൾസ് എന്ന് വെച്ചാൽ ഷോർട്ട് ടൈം ഗോൾസ് എന്നുള്ളതാണ്. ഇവിടെ സ്ട്രാറ്റജിക് പ്ലാനിങ് ലോങ് ടൈം ഗോൾസ് ആണ്. ഓപ്പറേഷണൽ പ്ലാനിങ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. അതിന്റെ താഴെ വരുന്നതാണ് ഓപ്പറേഷണൽ പ്ലാനിങ്. എന്നുവെച്ചാൽ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയും നമ്മളുടെ പ്രവർത്തനങ്ങൾ, നമ്മളുടെ പദ്ധതികൾ എന്തായിരിക്കണം എന്നുള്ളതിനെപ്പറ്റി. അപ്പൊ ഈ ഓപ്പറേഷണൽ പ്ലാനിങ്ങും ടാക്ടിക്കൽ പ്ലാനിങ്ങും എല്ലാം ലീഡ് ചെയ്യുന്നത് ഈ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിലേക്കായിരിക്കണം. അപ്പൊ ഏറ്റവും താഴെ ഓപ്പറേഷണൽ പ്ലാനിങ്, അതിന്റെ മുകളിൽ ടാക്ടിക്കൽ പ്ലാനിങ്, ഏറ്റവും മുകളിൽ സ്ട്രാറ്റജിക് പ്ലാനിങ്. അപ്പൊ ഇതാണ് പ്ലാനിങ്ങിന്റെ 3 തലം എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് എന്ന് പറഞ്ഞാൽ തന്ത്രപരമായിട്ടുള്ളത്. ടാക്ടിക്കൽ എന്നുള്ളതിന്റെ അർത്ഥം, മലയാള അർത്ഥം എന്താണെന്ന് നോക്കട്ടെ. ടാക്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്ത്രപരമായെന്ന് ഞാൻ ഇതിനകത്ത് കാണാം. പക്ഷെ തന്ത്രപരം എന്ന് പറഞ്ഞാൽ തന്ത്രപരമാണ്, പക്ഷെ അത് ഷോർട്ട് ടൈമിലേക്കായിരിക്കും. ഈ വരുന്ന ഒരു വർഷം, 5 വർഷത്തേക്കുള്ള ലക്ഷ്യം നമ്മൾ ഫിക്സ് ചെയ്തു. 500 കോടി സെയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് 5 വർഷത്തെ നമ്മുടെ ലക്ഷ്യം. അപ്പം ഈ വർഷം നമ്മൾ എന്തായിരിക്കണം, നമ്മുടെ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ്, പ്ലാൻസ്, അതാണ് ടാക്ടിക്കൽ. പിന്നെ അതിനെ വീണ്ടും താഴേക്ക് വരുമ്പോഴാണ് ഓപ്പറേഷണൽ. ഓരോ ദിവസവും അല്ലെങ്കിൽ അടുത്തൊരാഴ്ചത്തേക്കുള്ള നമ്മളുടെ പ്ലാൻ എന്തായിരിക്കണം. പ്ലാൻ എല്ലാ സമസ്ത മേഖലകളെ കുറിച്ചാണ്. അതെല്ലാ മേഖലകളെയും അത് ബാധിക്കും. അപ്പൊ ഇതാണ് പ്ലാനിങ്ങിന്റെ 3 ടൈപ്പ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തലം. 3 തലം, പ്ലാനിങ്ങിന്റെ 3 തലം ഇതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. ഈ സ്ട്രാറ്റജിക് പ്ലാനിങ് എപ്പോഴും നമ്മൾ പറഞ്ഞ ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും. അതോടെ പറഞ്ഞുതരാം. ടോപ്പ് മാനേജ്മെന്റ്, ഇത് മിഡിൽ മാനേജ്മെന്റ്, ഇത് ലോവർ ലെവൽ മാനേജ്മെന്റ്. ഏറ്റവും താഴെയുള്ള മാനേജ്മെന്റ് ആയിരിക്കും ഓപ്പറേഷണൽ പ്ലാനിങ്ങുമായിട്ട് അതിന്റെ ഉത്തരവാദിത്വം. മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഉത്തരവാദിത്തമാണ് ടാക്ടിക്കൽ പ്ലാനിങ്. ഏറ്റവും മുകളിലുള്ള മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്നുള്ളത്. ഇപ്പൊ അടുത്ത 5 വർഷം 500 കോടി സെയിൽ ഉണ്ടാക്കണം എന്നുള്ള തീരുമാനങ്ങൾ, അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള തീരുമാനം എടുക്കുന്നത് താഴെയുള്ള മാനേജ്മെന്റോ അല്ലെങ്കിൽ സ്റ്റാഫോ അല്ല, മിഡിൽ ലെവലിലുള്ളവരോ അല്ല, ടോപ്പിലുള്ളവരായിരിക്കും.
അല്ലെങ്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ 10 ബ്രാഞ്ച് അല്ലെങ്കിൽ 50 ബ്രാഞ്ച് കേരളത്തിൽ ഓപ്പൺ ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുന്നത് ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും. സ്ട്രാറ്റജിക് പ്ലാനിങ്. അപ്പോൾ സ്ട്രാറ്റജിക് പ്ലാനിങ് എപ്പോഴും ടോപ്പ് മാനേജ്മെന്റ് ഉത്തരവാദിത്തമായിരിക്കും. ടാക്ടിക്കൽ പ്ലാനിങ് മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെയും ഓപ്പറേഷണൽ പ്ലാനിങ് ലോവർ ലെവൽ മാനേജ്മെന്റിന്റെയും പിന്നെ അതിന് താഴെയുള്ള എംപ്ലോയീസിന്റെ ഉത്തരവാദിത്തം ആണ് ഇതെല്ലാം. ഈ ഓപ്പറേഷണൽ പ്ലാനിങ് എല്ലാം നടപ്പിലാക്കുക എന്നുള്ളത് എംപ്ലോയീസിന്റെ ഉത്തരവാദിത്തമാണ്. സ്പെല്ലിംഗ് തെറ്റാണത്. എംപ്ലോയീസ് മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് മാനേജ്മെന്റ് 3 ലെവൽസ് അല്ലെങ്കിൽ 3 എന്താണ് പറയുന്നത് ടൈപ്സ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത്. അത് വാട്ട് ഈസ് ഡിസിഷൻ മേക്കിംഗ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്. Decision making is the process of choosing the best course of action from multiple alternatives to achieve goals. അല്ലേ? വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളിൽ കൂടെ ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ നമ്മൾ സ്വീകരിക്കുന്ന ഏറ്റവും മെച്ചപ്പെട്ട രീതികളാണ് ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ നമ്മൾ ഉദാഹരണത്തിന് ബിസിനസിന്റെ അടുത്ത 5 വർഷത്തെ ലക്ഷ്യം 500 കോടി സെയിൽസ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ഈ സെയിൽസ് ഇത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആണ് നിൽക്കട്ടെ, ഫോർ എക്സാമ്പിൾ. അപ്പം 500 കോടി നമ്മൾ ഉണ്ടാക്കണം എന്നുള്ള തീരുമാനം എടുത്തു. ഇതെങ്ങനെ ഉണ്ടാക്കും? പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യോ? സെൽഫ് മെയ്ഡ് നമ്മൾ മാനുഫാക്ചർ ചെയ്യോ? മാനുഫാക്ചർ അല്ലെങ്കിൽ ഇത് പുറത്തുനിന്ന് നമ്മൾ മേടിക്കുക. പുറത്തുനിന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഔട്ട്സോഴ്സിംഗ് അല്ലേ? ഔട്ട്സോഴ്സ് ഇത് നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കണോ അതോ നമ്മൾ പുറത്ത് കൊടുത്ത് നിർമ്മിക്കണോ എന്നുള്ള തീരുമാനങ്ങൾ. അപ്പൊ ഇത് ഓൾട്ടർനേറ്റീവ് ആണ്, വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളാണ്. 500 കോടി സെയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഈ ഒരു പ്രോഡക്റ്റിന്റെ. ഇപ്പൊ പ്രോഡക്റ്റ് എ എന്നായിരിക്കട്ടെ. പ്രോഡക്റ്റ് എ എന്ന് പറയുന്ന സാധനം നമുക്ക് അടുത്ത 5 വർഷം 500 കോടി സെയിൽ ഉണ്ടാക്കണം. ഈ പ്രോഡക്റ്റ് എയുടെ സെയിൽ ഉണ്ടാക്കണം എന്നുള്ളത് ഓക്കെ. അപ്പൊ ഇത് നമ്മൾ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യണം, അത് നമ്മൾ പുറത്ത് കൊടുത്തത് ഉണ്ടാക്കി മേടിച്ചിട്ട് നമ്മൾ വിൽക്കണം. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രോസസ്സാണ് ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഡിസിഷൻ മേക്കിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഏറ്റവും നല്ല വഴി തിരഞ്ഞെടുക്കുക ഫ്രം മൾട്ടിപ്പിൾ ഓൾട്ടർനേറ്റീവ്സ്. വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് ചോയ്സ് ഉണ്ട്. ആ ചോയ്സിൽ നിന്നും നമ്മൾ നല്ലത് തിരഞ്ഞെടുക്കുക. നമ്മൾ സ്വയം പ്രൊഡ്യൂസ് ചെയ്യണോ മറ്റുള്ള വെളിയിലുള്ള ആൾക്കാരിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് മേടിക്കണം, ഉണ്ടാക്കി മേടിക്കണം. ഇങ്ങനെ 2 വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ 2 വഴികളിൽ ഏറ്റവും നല്ല വഴി ഏതാണ്? നമുക്ക് ഏറ്റവും ലാഭകരമായിട്ടുള്ള വഴി ഏതാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നതിനുള്ളൊരു പ്രോസസ്സാണ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത്. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ മൊബൈൽ മേടിക്കാൻ പോകുന്നത്, അല്ല മൊബൈൽ മേടിക്കുന്നവർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ 2, 3, 4 ടൈപ്പ് മൊബൈലിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം നമ്മളൊരു തീരുമാനം എടുക്കും. ഇന്ന മൊബൈൽ ഇന്ന ബ്രാൻഡ് മേടിക്കാം, ഒന്നീ സാംസങ് മേടിക്കാം, അല്ലെങ്കിൽ ഓപ്പോ മേടിക്കാം, അല്ലെങ്കിൽ വിവോ മേടിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടെയാണ് നമ്മൾ തീരുമാനത്തിലെത്തുന്നത്. അപ്പോൾ ഇതേ പ്രോസസ്സാണ് ബിസിനസ്സിൽ പല കാര്യങ്ങളെക്കുറിച്ച്. അതിനാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അത് മാനേജ്മെന്റിന്റെ റോളാണ്, ഫംഗ്ഷനാണ്. അപ്പം അവരാണ് ഇതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അതാത് തലത്തിലുള്ള മാനേജ്മെന്റിന് അവരുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള അവരുടെ അതോറിറ്റിയിലും അവരുടെ റെസ്പോൺസിബിലിറ്റിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അടുത്ത 6ാമത്തെ, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്? തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള സ്റ്റെപ്സ് എന്താണെന്നുള്ളത് മുമ്പേ നമ്മൾ പഠിച്ചതാണിത്. ഏത് പ്ലാനിങ് പ്രോസസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഐഡന്റിഫൈ ദ പ്രോബ്ലം. പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഗ്യാദർ ഇൻഫർമേഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുക. ഇത് മനസ്സിലാക്കണം. ആദ്യം ഐഡന്റിഫൈ ദ പ്രോബ്ലം. കാരണം തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം. ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുക, അകത്തുനിന്നും പുറത്തുനിന്നും ഉണ്ട്. എന്നുവെച്ചാൽ ബിസിനസ്സിനകത്തുനിന്നും പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ ബിസിനസ്സിന് പുറത്തു നിന്നാണ് നമുക്ക് ആ വിവരം ലഭിക്കുന്നെങ്കിൽ അവിടെ നിന്നും ശേഖരിച്ചിട്ട് ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ്സ്, വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങൾ ഓരോന്നും നമ്മൾ കൃത്യമായി പഠിക്കുക. ഇവാലുവേറ്റ് ഓൾട്ടർനേറ്റീവ്സ്.
സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. എന്നിട്ട് അതിൽ നമ്മൾ ഏറ്റവും മെച്ചപ്പെട്ട ഓൾട്ടർനേറ്റീവ് വഴി അതാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക. പിന്നെ ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. എന്നിട്ട് അതിനെ റിവ്യൂ ചെയ്യുക. നമ്മൾ നേരത്തെ മോണിറ്റർ ആൻഡ് റിവ്യൂ ദി ഡിസിഷൻ. അപ്പൊ ഇത്രയാണ് സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിങ്ങിൽ ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഐഡന്റിഫൈ ദ പ്രോബ്ലം, ഗ്യാദർ ഇൻഫർമേഷൻ, ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ്സ്, ഇവാലുവേറ്റ് ഓൾട്ടർനേറ്റീവ്സ്, സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ഓൾട്ടർനേറ്റീവ് ആയിട്ട് 3 കാര്യം പറയണ്ട. ഒന്ന്, ഓൾട്ടർനേറ്റീവിനെ കണ്ടുപിടിക്കുക, ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് അതിനെ ഓരോന്നിനെ പഠിക്കുക, എന്നിട്ട് അതിലൊരെണ്ണം തിരഞ്ഞെടുക്കുക ബെസ്റ്റ് ആയിട്ടുള്ളത്, എന്നിട്ട് അതിനെ നടപ്പിൽ വരുത്തുക, എന്നിട്ട് അതിൻ്റെ റിവ്യൂ പ്രോഗ്രസ് നമ്മൾ അതിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുക, പഠിക്കുക എന്നുള്ളതാണ് സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അത് മിക്കവാറും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മാനേജ്മെന്റ് ബൈ ഓബ്ജക്റ്റീവ്സ്, MBO എന്ന് പറയും. മാനേജ്മെന്റ് ബൈ ഓബ്ജക്റ്റീവ്സ് തൽക്കാലം തിയറി ആയിട്ട് മനസ്സിലാക്കിയാൽ മാനേജ്മെന്റ് ബൈ ഓബ്ജക്റ്റീവ് ഈസ് എ മാനേജ്മെന്റ് അപ്രോച്ച്. അത് മാനേജ്മെന്റ് സ്റ്റൈലാണ്, ഒരു മാനേജ്മെന്റ് സ്റ്റൈലാണത്. അപ്രോച്ച് എന്ന സമീപനം, സ്റ്റൈൽ. വേർ ഓബ്ജക്റ്റീവ്സ് ആർ ഡിഫൈൻഡ് കൊളാബറേറ്റീവ്ലി. ഓബ്ജക്റ്റീവ്സ് എന്ന ലക്ഷ്യങ്ങൾ എന്ന് വെച്ചാൽ മുമ്പേ നമ്മൾ പറഞ്ഞ ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ എന്താണോ ആ ലക്ഷ്യം എല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുക. എല്ലാവരും ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട വ്യക്തികളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന്, ടോപ്പ് മാനേജ്മെന്റിലുള്ള ഫൈനാൻസ് മാനേജരും മാർക്കറ്റിംഗ് മാനേജരും, കാരണം അവരെല്ലാം ഇരുന്ന് തീരുമാനിച്ചാൽ മാത്രമേ വ്യക്തമായ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. 500 കോടി രൂപയുടെ സെയിൽ നമുക്ക് വേണം എന്നുള്ളത് മാർക്കറ്റിംഗ് മാനേജരും സെയിൽസ് മാനേജരും ഫൈനാൻസ് മാനേജരും അഡ്വർടൈസ്മെന്റ് മാനേജരും HR മാനേജരും ഒക്കെ ഒരുമിക്കണം. കാരണം എത്ര സ്റ്റാഫിനെ ആവശ്യമുണ്ട്, എത്ര സ്റ്റാഫിനെ നമുക്ക് റിക്രൂട്ട് ചെയ്യേണ്ടി വരും, എത്ര പൈസ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ മാനേജർ എത്ര പുതിയ മെഷീനറീസ് നമുക്ക് വേണ്ടി വരും, അല്ലെങ്കിൽ എത്ര സംവിധാനങ്ങൾ, പുതിയ പുതിയ സംവിധാനങ്ങൾ നമുക്ക് വേണ്ടി. അപ്പൊ ഇതെല്ലാം ഒരുമിച്ചിരുന്ന് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരുമിച്ചിരുന്നിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ അങ്ങനെ തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സാണ്, അപ്രോച്ചാണ് മാനേജ്മെന്റ് ബൈ ഓബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് എംപ്ലോയീസ് ആർ ഇവാലുവേറ്റഡ് ബേസ്ഡ് ഓൺ ദർ അച്ചീവ്മെന്റ്. എന്നിട്ട് തൊഴിലാളികളെ അവര് ജോലിയിൽ കാണിക്കുന്ന സാമർത്ഥ്യത്തെ, അല്ലെങ്കിൽ അവർ ജോലിയിൽ കാണിക്കുന്ന മെച്ചം അല്ലെങ്കിൽ മേന്മയെ ഇവാലുവേറ്റ് ചെയ്യുക, പഠിക്കുക, അനലൈസ് ചെയ്യുക, അവലോകനം ചെയ്യുക. എംപ്ലോയീസ് ആർ ഇവാലുവേറ്റഡ് ബേസ്ഡ് ഓൺ ദർ അച്ചീവ്മെന്റ്. അവരെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമല്ലോ, ആ ജോലി ചെയ്യുന്നത് പിന്നെ കൃത്യമായിട്ടാണോ, പറഞ്ഞ ജോലി ചെയ്യുന്നുണ്ടോ, പറഞ്ഞ അളവിൽ ജോലി ചെയ്യുന്നുണ്ടോ, അവർ പറഞ്ഞ സമയത്തിനുള്ള ജോലി പൂർത്തീകരിക്കുന്നുണ്ടോ, നമ്മൾ ഫിക്സ് ചെയ്ത ഗുണമേന്മ, ക്വാളിറ്റി അവർ പിന്നെ നേടുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അവലോകനം കൂടെ നടത്തുന്നതാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. MBO ഈസ് എ മാനേജ്മെന്റ് അപ്രോച്ച് വേർ ഒബ്ജക്റ്റീവ്സ് ആർ ഡിഫൈൻഡ് കൊളാബറേറ്റീവ്ലി ആൻഡ് എംപ്ലോയീസ് ആർ ഇവാലുവേറ്റഡ് ബേസ്ഡ് ഓൺ ദർ അച്ചീവ്മെന്റ്. അതിന്റെ സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. സെറ്റിംഗ് ഗോൾസ് അല്ലെങ്കിൽ സെറ്റിംഗ് ഓബ്ജക്റ്റീവ്സ് ജോയിൻലി, ഒരുമിച്ചിരുന്ന്, എന്നുവെച്ചാൽ മാനേജേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ചിരുന്നിട്ട് ചർച്ച ചെയ്ത് ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ഗോൾ സെറ്റ് ചെയ്യുക. അലൈൻ റിസോഴ്സസ് ആൻഡ് ആക്ടിവിറ്റീസ്, വിഭവങ്ങളെ എല്ലാം കൃത്യമായി വിന്യസിക്കുക. മോണിറ്റർ പ്രോഗ്രസ്, പ്രവൃത്തികളെ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന പുരോഗതികൾ അതിനെ മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. ഇവാലുവേറ്റ് ആൻഡ് റിവാർഡ് പെർഫോമൻസ്. എന്നിട്ട് നല്ല എംപ്ലോയീസിന് പിന്നെ സമ്മാനങ്ങൾ കൊടുക്കുക, അവർക്ക് റിവാർഡ് കൊടുക്കുക. ഒന്നുകിൽ നല്ല കൂടുതൽ പ്രൊമോഷൻ, നല്ല ശമ്പള വർധനവ്, അല്ലെങ്കിൽ ബോണസ്, ഇതുപോലുള്ള കാര്യങ്ങൾ, അല്ല മറ്റു നല്ല അലവൻസ്, സൗകര്യങ്ങൾ. ഇതൊക്കെയാണ് റിവാർഡിങ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, സമ്മാനങ്ങൾ കൊടുക്കുക. അപ്പൊ ഇതൊക്കെയാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. അപ്പൊ അതൊരു അപ്രോച്ചാണ്, കൊളാബറേറ്റീവായിട്ട് ജോയിന്റ് ആയിട്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരു രീതിയാണ്, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. അതിന്റെ സ്റ്റെപ്സും പഠിച്ചു വെക്കുക. അടുത്ത ഓർഗനൈസിങ് എന്ന് പറയുന്ന 4ാമത്തെ മൊഡ്യൂളാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർഗനൈസിങ് എന്നുള്ള മാനേജ്മെന്റ് ഫങ്ഷൻ. അപ്പം വാട്ട് ഈസ് ഓർഗനൈസിങ് ചോദിക്കാം, വാട്ട് ഈസ് പ്ലാനിങ് ചോദിക്കാം, വാട്ട് ഈസ് ഡിസിഷൻ മേക്കിംഗ് ചോദിക്കാം, വാട്ട് ഈസ് ഓർഗനൈസിങ് ചോദിക്കാം, വാട്ട് ഈസ് സ്റ്റാഫിംഗ് ചോദിക്കാം, വാട്ട് ഈസ് കൺട്രോളിങ് ചോദിക്കാം, പിന്നെന്താണ്, അപ്പൊ ഇതെല്ലാം ചോദിക്കാം.
ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാനിങ് പഠിച്ചു, ഡിസിഷൻ മേക്കിംഗ് പറഞ്ഞു. അതുപോലെ വാട്ട് ഇസ് ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ് ഡിസിഷൻ മേക്കിംഗ് പഠിച്ചു, ഇനി ഓർഗനൈസിംഗ് ആണ്. ഓർഗനൈസിംഗ് is the process of arranging resources and activities in a structured way to achieve business objectives. ബിസിനസിന്റെ പ്രവർത്തികളെയും വിഭവങ്ങളെയും ക്രമീകരിക്കുന്നതിന് വേണ്ടി, ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ബിസിനസിന്റെ വിഭവങ്ങളെയും പ്രവർത്തികളെയും ക്രമീകരിക്കുന്നതിന് വേണ്ടി ക്രമീകരിച്ച് വിന്യസിക്കുന്നതിനാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ഓർഗനൈസിംഗ് ഈസ് ദി, കേട്ടില്ലേ, ഓർഗനൈസ് ചെയ്യാന്ന് കേട്ടില്ലേ, പരിപാടികൾ ഓർഗനൈസ് ചെയ്യുക. അപ്പം വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം സമാഹരിച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് അതിനെ ക്രമീകരിക്കുന്ന പ്രവൃത്തിയാണ് അല്ലെങ്കിൽ പ്രക്രിയയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ഓർഗനൈസിംഗ് ഹാപ്പൻസ് എവറിവെയർ അല്ലേ, എല്ലായിടത്തും ഓർഗനൈസിംഗ് ഉണ്ട്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് വേണ്ടിടത്തെല്ലാം ലക്ഷ്യങ്ങൾ, ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിന് വേണ്ട ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ ഓർഗനൈസ് ചെയ്യേണ്ട വളരെ അത്യാവശ്യമാണ്. അപ്പം അതിന് വിഭവങ്ങൾ വേണം. ചെറുതും വലുതായിട്ടുള്ള തലത്തിൽ ചെറിയ വിഭവങ്ങളും വലിയ തലത്തിൽ വലിയ വിഭവങ്ങളും വേണം. അപ്പം അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വിഭവങ്ങളെയും അതിന് വേണ്ട പ്രവൃത്തികളെയും ക്രമീകരിക്കുന്നതിന് വേണ്ട പ്രവൃത്തി പ്രക്രിയയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ഓർഗനൈസിംഗ് ഈസ് എ പ്രോസസ് ഓഫ് അറേഞ്ചിങ് റിസോഴ്സസ് ആൻഡ് ആക്ടിവിറ്റീസ് ഇൻ എ സ്ട്രക്ചേർഡ് വേ ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ്. ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി അതിനെ ക്രമീകരിക്കുന്ന പ്രക്രിയയാണ്. ഇനിയും അതിന്റെ വശങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഡയമെൻഷൻസ് ഓഫ് സ്ട്രക്ചർ ഇൻ ആൻ ഓർഗനൈസേഷൻ? ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിന്റെ ഡയമെൻഷൻസ്, വശങ്ങൾ, രണ്ട് ആൻസർ ആണ് അതിനുള്ളത്. ഹൊറിസോണ്ടൽ ഡയമെൻഷൻ ഉണ്ട്, വെർട്ടിക്കൽ ഡയമെൻഷൻ ഉണ്ട്. ഹൊറിസോണ്ടൽ ഉണ്ട്, വെർട്ടിക്കൽ ഡയമെൻഷൻ ഉണ്ട്. ഇപ്പൊ വെർട്ടിക്കൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഞാൻ പറഞ്ഞാണ്, ഇതാണ് വെർട്ടിക്കൽ ഡയമെൻഷൻ. ടോപ്പ് ടു ബോട്ടം. അതിന് ഷേപ്സ് ഞാൻ ഇവിടെ നോക്കട്ടെ, ഇതൊക്കെ വരച്ച് കാണിക്കാൻ പറ്റുമോ? ഏതാണ് ടോപ്പ് മാനേജ്മെന്റ്, മിഡിൽ മാനേജ്മെന്റ്, ലോവർ മാനേജ്മെന്റ്, എംപ്ലോയീസ് താഴെയുള്ളത്. അത് ഒരു വെർട്ടിക്കലായിട്ടുള്ള സ്ട്രക്ചറാണ്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മേളിൽ നിന്ന് താഴോട്ടുള്ള പിക്ചർ ഷേപ്പ് ഇവിടെ നമുക്ക് കിട്ടാനുള്ളത്. Vertical organization. നോക്കണം, കാണാൻ പറ്റുമോ? വലിയ കമ്പനിയുടെ സ്ട്രക്ചറാണ്. അതിന്റെ മേളില് ഇൻവെസ്റ്റേഴ്സ് ആണ് കിട്ടുക. സിഇഒ അല്ലേ, സിഇഒ എന്ന് പറയും മേളില്. അതിൻ്റെ താഴെ സിഇഒ, ചീഫ് ഓപ്പറേഷൻ ഓഫീസർ. പിന്നെ പുള്ളിയുടെ താഴെയാണ് ഫൈനാൻസ് ഡയറക്ടർ, മാർക്കറ്റിംഗ് ഡയറക്ടർ, സെയിൽസ് ഡയറക്ടർ, കസ്റ്റമർ സപ്പോർട്ട് ഡയറക്ടർ, ഹ്യൂമൻ റിസോഴ്സ് ഡയറക്ടർ, ഡയറക്ടേഴ്സ് ആണ്. അപ്പൊ ഇതാണ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞത്. ഏത്
CEO, അതിൻ്റെ താഴെ COO, അതിൻ്റെ താഴെ ഫൈനാൻസ്, മാർക്കറ്റിംഗ്, സെയിൽസ്, അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗം ഒരു കമ്പനിയിലുണ്ടോ ആ വിഭാഗത്തിലുണ്ടോ. അപ്പോൾ വെർട്ടിക്കൽ ഹൈറാർക്കിക്കൽ ലെവൽസ് ലൈക്ക് ടോപ്പ്, മിഡിൽ ആൻഡ് ലോവർ മാനേജ്മെന്റ്. മേളിൽ ടോപ്പ് മാനേജ്മെന്റ്, താഴെ ലോവർ മിഡിൽ മാനേജ്മെന്റ്, താഴെ ലോവർ മാനേജ്മെന്റ്. ഈ ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇരിക്കും, ഇതുപോലെ ഇങ്ങനെ താഴെ നിന്ന് മേളിലോട്ട്, അല്ല മേളിൽ നിന്ന് താഴോട്ട്. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇരിക്കും, ഇങ്ങനെ ആയിരിക്കും ഹൊറിസോണ്ടൽ, ഫ്ലാറ്റ് ആയിട്ട്. അതൊന്ന് കാണിച്ചു തരാം ഞാൻ. ഷേപ്സ്, ഇൻസേർട്ട്, പിക്ചർ, ഷേപ്സ്. നമ്മൾ ഹൊറിസോണ്ടൽ വരയ്ക്കുകയാണെങ്കിൽ ഇത് വെർട്ടിക്കലാണിത്, വെർട്ടിക്കൽ എന്ന് പറയാം. അപ്പം ഇതിനകത്തിൽ നമ്മൾ ഓരോ പോർഷൻ ഇപ്പം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ ഇത് വെർട്ടിക്കലിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ വായിച്ച് കാണിക്കുകയാണ്. അത് ഞങ്ങളുടെ അതിൽ ഷേപ്പ്, ഇനി അടുത്ത ഷേപ്പ് എടുക്കുകയാണെങ്കിൽ അടുത്ത് അടുത്തത് ഭയങ്കരമായിട്ട് സ്കിപ്പാണ്. അടുത്ത ലെവൽ ഞാൻ കളർ ചെയ്ത് കാണിക്കാം. നമുക്ക് വേണമെങ്കിൽ ആക്ച്വലി ഒരു താഴോട്ട് ലെങ്തൻ ചെയ്തിട്ട് ഇത് നമുക്ക് ഷേപ്സ് തന്നെയാണ്. ഓക്കെ, അപ്പം ഇത് 3 ലെവലാന്നിരിക്കട്ടെ. ഇപ്പം ഇത് ടോപ്പ് ലെവല്, ഇത് മിഡിൽ ലെവൽ, മാനേജ്മെന്റ്, മിഡിൽ ലെവൽ, ലോവർ ലെവൽ മാനേജ്മെന്റ് കേട്ടോ. ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ലോവർ ലെവൽ മാനേജ്മെന്റ്. ഓക്കെ, ഇതാണ് വെർട്ടിക്കൽ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും മുകളിൽ ടോപ്പ് ലെവൽ ആയിരിക്കും, താഴെ മിഡിൽ ലെവൽ മാനേജേഴ്സ് വരും, പിന്നെ ലോവർ ലെവൽ മാനേജേഴ്സ് വരും. ഇനിയും എന്താണ് ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഒരേ ഡിപ്പാർട്ട്മെന്റ് തന്നെ. ഇപ്പം ഫൈനാൻസ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്. അപ്പോൾ ആ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിനകത്തിൽ അസോസിയേറ്റ് ഫൈനാൻസ് ഡയറക്ടർ, സീനിയർ അക്കൗണ്ടന്റ്, ട്രഷറി ഓഫീസർ, അത് ഓരോ കമ്പനിക്കും വ്യത്യസ്ത പേരിലായിരിക്കും. താഴെ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ടന്റ്, ഇങ്ങനെയൊക്കെ ഉള്ളത്. മാർക്കറ്റിങ്ങിനകത്തിൽ ഏറ്റവും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും മുകളിൽ മാർക്കറ്റിംഗ് ഡയറക്ടർ, പിന്നെ അതിൻ്റെ താഴെ അസോസിയേറ്റ് മാർക്കറ്റിംഗ് ഡയറക്ടർ, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പബ്ലിക് റിലേഷൻസ്, മാർക്കറ്റിംഗ് കോർഡിനേഷൻ എന്നൊക്കെ പറഞ്ഞ് പല തലങ്ങൾ വരുമായിരിക്കും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ്, സെയിൽസിന്റെ ടോപ്പ് സെയിൽസ് ഡയറക്ടർ, അസോസിയേറ്റ് സെയിൽസ് ഡയറക്ടർ, ഒരേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എന്താണ് വരുന്നത്, ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ഇതുപോലുള്ള വെർട്ടിക്കലാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഹൊറിസോണ്ടലും വെർട്ടിക്കലും തമ്മിലുള്ള വ്യത്യാസം. ഹൊറിസോണ്ടൽ ഡയമെൻഷൻ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്സ് ലൈക്ക് മാർക്കറ്റിംഗ്, ഫൈനാൻസ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരു മാർക്കറ്റിംഗ്, ഫൈനാൻസ്, ഇതെല്ലാം ഹൊറിസോണ്ടൽ ഡയമെൻഷനാണ്. അപ്പോൾ മാർക്കറ്റിങ്ങും ഫൈനാൻസും സെയിലും അഡ്വർടൈസിങ്ങും എല്ലാം
ഉണ്ട്. അതിൻ്റെ മുകളിൽ പിന്നെ CEO വരുമ്പം അത് വെർട്ടിക്കലായിട്ട് വരും. മനസ്സിലായി? അപ്പോൾ അതാണ് രണ്ട് ഡയമെൻഷൻ. അത് ചിലപ്പോൾ ചോദിക്കാം, ഹൊറിസോണ്ടൽ ഡയമെൻഷനും വെർട്ടിക്കൽ ഡയമെൻഷനും. അപ്പോൾ അത് ഇതുപോലെ പഠിച്ചു വെച്ചാൽ മതി. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ്? ഉദാഹരണത്തിന് നിങ്ങളുടെ കോളേജിൻ്റെ കാര്യം ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ പ്രിൻസിപ്പൾ, അത് കഴിഞ്ഞ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കാണും. അപ്പം കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പം മോഡൽ പ്രിൻസിപ്പള്, പിന്നെ അതിൻ്റെ താഴെ കൊമേഴ്സ് അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ അതിനകത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് കാണുമായിരിക്കും. കൊമേഴ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് കാണും, സയൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് കാണുമായിരിക്കും, ഹിസ്റ്ററിയുടെ അല്ല ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് കാണുമായിരിക്കും. പിന്നെ അതിൻ്റെ താഴെയാണ് ടീച്ചേഴ്സ് വരുന്നത്. അപ്പം പ്രിൻസിപ്പൽ, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, താഴെ ടീച്ചേഴ്സ്, പിന്നെ അതിൻ്റെ താഴെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അസിസ്റ്റൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതാണ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഈ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതെല്ലാമാണ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഇനിയും സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വെർട്ടിക്കൽ നമുക്ക് എടുക്കാം. സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഒരാൾ, അതിൻ്റെ താഴെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകാം, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്, ബയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ അതാണ് വെർട്ടിക്കലും ഹൊറിസോണ്ടലും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ? ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഇത് നമ്മൾ ഡയമെൻഷനാണ്. ഡയമെൻഷൻ രണ്ടെണ്ണം, ഹൊറിസോണ്ടലും വെർട്ടിക്കലും. ഇനി എൻ്റെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷണൽ സ്ട്രക്ചർ ഉണ്ട്, ഡിവിഷണൽ സ്ട്രക്ചർ ഉണ്ട്, മെട്രിക് സ്ട്രക്ചർ ഉണ്ട്, ഫ്ലാറ്റ് സ്ട്രക്ചർ ഉണ്ട്. ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫങ്ഷൻ അനുസരിച്ചിട്ട്, ഫൈനാൻസ് ഒരു ഫങ്ഷനാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിവിടെ ഫൈനാൻസ്, മാർക്കറ്റിംഗ്, സെയിൽസ്, കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരെണ്ണം, ഹ്യൂമൻ റിസോഴ്സ്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതൊക്കെയാണ് ഫങ്ഷൻ. ഫൈനാൻസ് ഒരു ഫങ്ഷനാണ്, മാർക്കറ്റിംഗ് ഒരു ഫങ്ഷനാണ്, സെയിൽസ് ഒരു ഫങ്ഷനാണ്, കസ്റ്റമർ സപ്പോർട്ട് ഒരു ഫങ്ഷനാണ്, ഹ്യൂമൻ റിസോഴ്സ് ഒരു ഫങ്ഷനാണ്. ഇനി IT വേണമെങ്കിൽ IT ഇവിടെ കൊടുക്കാൻ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ മറ്റേതെങ്കിലും ജനറൽ അഡ്മിനിസ്ട്രേഷൻ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഡയറക്ടർ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. അത് ഓരോ കമ്പനിക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കും. കാരണം എല്ലാ കമ്പനിയും ഒരു രീതിയിലല്ലോ. ഇപ്പോൾ ഒരു ബാങ്കിന്റെ SBI എന്ന് പറഞ്ഞ ബാങ്കിന്റെ സ്ട്രക്ചർ ആയിരിക്കത്തില്ല റിലയൻസ് ജിയോയുടെ സ്ട്രക്ചർ, മനസ്സിലാക്കാം. അല്ല റിലയൻസ് ജിയോയുടെ സ്ട്രക്ചർ ആയിരിക്കില്ല റിലയൻസ് പെട്രോളിയത്തിന്റെ സ്ട്രക്ചർ കമ്പനിയുടെ. അപ്പം അതിനെല്ലാം ഫങ്ഷൻസ് എല്ലാം വ്യത്യസ്തമായിട്ട് വരും. പക്ഷേ ഫൈനാൻസും മാർക്കറ്റിംഗ് ഒക്കെ എന്തിലും ഉണ്ടാകും, എല്ലായിടത്തും. സെയിൽസും ഹ്യൂമൻ റിസോഴ്സും എല്ലായിടത്തും ഉണ്ടാകും. ബാക്കിയുള്ള അഡീഷണൽ, ഇപ്പോൾ പ്രൊഡക്ഷൻ എല്ലായിടത്തും, ബാങ്കിലൊന്നും പ്രൊഡക്ഷൻ കാണത്തില്ല. അത് മാനുഫാക്ചറിങ് സൈഡിൽ മാത്രമേ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് കാണത്തുള്ളൂ, മനസ്സിലാക്കാം. അപ്പം ഇതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. പിന്നെ ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ ഫൈനാൻസിൽ വരുന്ന, അതിൻ്റെ താഴെ വരുന്ന അസോസിയേറ്റ് ഫൈനാൻസ്, ഇവിടെ കാണിക്കുന്ന സീനിയർ അക്കൗണ്ടന്റ്, ട്രഷറി ഓഫീസർ, പിന്നെ താഴെ അക്കൗണ്ടന്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എന്ത് വരുന്നു, അതാണ് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മെട്രിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ നോക്കട്ടെ. മെട്രിക്സ് സ്ട്രക്ചർ, മെട്രിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ച് കാണണം. മെട്രിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലീഡേഴ്സിന് അവർ റിപ്പോർട്ട് ചെയ്യും. ഉദാഹരണത്തിന് ഒരു പ്രോജക്ട് മാനേജർ, അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, ഇപ്പോൾ ഒരു എംപ്ലോയി ഉണ്ട്, ഏതെങ്കിലും ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു എംപ്ലോയി, ഒരു സൂപ്പർവൈസർ. അപ്പം ആ സൂപ്പർവൈസർ ആ പ്രോജക്റ്റിന്റെ ഒരു മാനേജർ കാണും, ആ മാനേജർക്ക് റിപ്പോർട്ട് ചെയ്യും. ആ സൂപ്പർവൈസറുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് കാണും, ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനും റിപ്പോർട്ട് ചെയ്യും. അപ്പൊ അതാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. മെട്രിക്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു എംപ്ലോയി 2 പേർക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ലീഡേഴ്സിന്
മൾട്ടിപ്പിൾ മാനേജേഴ്സിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മാട്രിക്സ് സ്ട്രക്ചർ എന്ന് പറയും. ഫ്ലാറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ കേട്ടിട്ടുണ്ട്. ഫ്ലാറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നിരപ്പായിട്ടുള്ള, ഫ്ലാറ്റ് നിരപ്പായിട്ടുള്ളതാണ്. എംപ്ലോയീസും എക്സിക്യൂട്ടീവ്സും തമ്മിൽ അതിനിടയ്ക്ക് മിഡിൽ മാനേജേഴ്സ് ഒന്നും കാണത്തില്ല. നമ്മൾ മിഡിൽ ലെവൽ മാനേജ്മെന്റ് പറഞ്ഞു. ഫ്ലാറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് സ്റ്റൈലാണ് വിത്ത് ഫ്യൂ ഓർ നോ ലെവൽസ് ഓഫ് മിഡിൽ മാനേജ്മെന്റ്. മിഡിൽ മാനേജ്മെന്റ് കാണുന്നില്ല. അതെപ്പോഴും നമ്മൾ മുമ്പേ പറഞ്ഞ ഹൊറിസോണ്ടൽ മാനേജ്മെന്റ് ഒരു രീതിയാണ്. ഹൊറിസോണ്ടൽ മാനേജ്മെന്റ് ഇപ്പം വെർട്ടിക്കൽ മാനേജ്മെന്റിന് ഇപ്പൊ ഫൈനാൻസ് ഡയറക്ടർക്ക് സിഇഒക്ക് റിപ്പോർട്ട് ചെയ്യണം. സിഒഒ ചീഫ് ഓപ്പറേഷണൽ ഓഫീസർ, സിഇഒയുടെ മേളിൽ സിഇഒ ഉണ്ട്. സിഇഒക്ക് റിപ്പോർട്ട് ചെയ്യണം. ഫ്ലാറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം, അന്വേഷിച്ച് നോക്കാം പറഞ്ഞു. അതെ, ഈ കുരുവല്ലേ എന്തിനു കോട്ടയത്തല്ലേ, അത് കോട്ടയം വരെ ഉറപ്പിച്ചു ഇല്ലേ? അവരോടൊന്നും ചോദിക്കാവോ? അവരോടൊന്നും ചോദിച്ചില്ല. എനിക്ക് ഇതുപോലെ വെള്ളിയാഴ്ച രാവിലെ കോട്ടയം വരെ പോകണം, വരാനും തോന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ അതിന് എന്താ സ്പീഡ് കിട്ടുമെന്ന് ഇതിനൊട്ടും കോട്ടയത്ത് എത്താനും തോന്നില്ല. 1.5 മണിക്കൂറുണ്ട് കേട്ടോ. അങ്ങനെയുണ്ടെങ്കിൽ അതൊന്ന് വിളിക്കും. ആരോട് ചോദിക്കും എന്നോട് പറ കേട്ടോ. വെള്ളിയാഴ്ച രാവിലെ ഫ്ലാറ്റ് ഓർഗനൈസേഷനിൽ സാധാരണയായി ചെറിയ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ തുടങ്ങുന്ന സ്ഥാപനങ്ങളിലൊക്കെ അപ്പൊ അവിടെ എംപ്ലോയീസിന്റെ എണ്ണം കുറവായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ചെറിയൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആ കട, ഷോപ്പ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരു വ്യക്തി കാണും. അതിന്റെ താഴെ നമ്മളെ പോലെ 2-3-4 പേര് കാണും. അപ്പൊ നമ്മൾ പെട്ടെന്ന് നിന്ന് പുള്ളിക്കായിരിക്കും കാര്യങ്ങൾ പുള്ളിയോടായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അതായത് ഫ്ലാറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അതിലല്ല ഒന്ന് ഡയമെൻഷൻ, ഹൊറിസോണ്ടൽ ഡയമെൻഷനും വെർട്ടിക്കൽ ഡയമെൻഷനും, പിന്നെ ഈ പറഞ്ഞ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന്റെ ടൈപ്സ്. ഫങ്ഷണൽ സ്ട്രക്ചർ, ഫംഗ്ഷനെ അടിസ്ഥാനപ്പെടുത്തി. ഡിവിഷണൽ സ്ട്രക്ചർ, മട്രിക്സ് സ്ട്രക്ചർ മൾട്ടിപ്പിൾ ലീഡേഴ്സിന്റെ മൾട്ടിപ്പിൾ മാനേജേഴ്സിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്. പിന്നെ ഫ്ലാറ്റ് സ്ട്രക്ചർ. വാട്ട് ഈസ് ഡെലിഗേഷൻ? ഡെലിഗേറ്റ് ചെയ്യാൻ നമ്മൾ ജോലി ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഡെലിഗേഷൻ ഇസ് എ പ്രോസസ് ഓഫ് അസൈനിങ് ടാസ്ക്. ജോലി ഏൽപ്പിച്ചു കൊടുക്കുക. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളും അത് ചെയ്യാനുള്ള ഒരു ആധികാരികതയൊക്കെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനാണ് താഴെയുള്ള ജോലിക്കാർക്ക്. അതല്ല, ഡെലിഗേഷൻ ഈസ് ദ പ്രോസസ് ഓഫ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡെലിഗേറ്റിംഗ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസിഷൻ മേക്കിംഗ്. Delegation is the process of assigning tasks, authority and responsibility to subordinates. താഴെയുള്ള ജോലിക്കാർക്ക് നമ്മൾ ജോലി ഏൽപ്പിച്ചു കൊടുക്കുക, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. വൈൽ റീറ്റെയിനിങ് അക്കൗണ്ടബിലിറ്റി. അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടാകണം. ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് വൈകുന്നേരം അല്ലെങ്കിൽ ഇന്ന ജോലി ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ട്. പിന്നെ അവർക്ക് പൂർണ്ണ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ അതിനകത്ത് ഇടപെടാൻ പോകത്തില്ല. നമ്മൾ റിസൾട്ട് മാത്രമേ നോക്കത്തുള്ളൂ. അതാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡീസെൻട്രലൈസേഷൻ. വികേന്ദ്രീകരണം. ഡീസെൻട്രലൈസേഷൻ refers to distributing decision making authority to lower levels in the organization. എന്നുവെച്ചാൽ താഴെയുള്ള ആൾക്കാർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അധികാരം നൽകുന്നതിനാണ് ഡീസെൻട്രലൈസേഷൻ. വികേന്ദ്രീകരണം എന്നുവെച്ചാൽ എല്ലാ തീരുമാനങ്ങളും മേളിൽ നിന്ന് എടുക്കാതെ താഴെയുള്ള ആൾക്കാരെ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും ശക്തിപ്പെടുത്താനും വേണ്ടി അവർക്ക് ചില മേഖലകളിൽ
എന്നാൽ വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അധികാരം അവർക്ക് ഉറപ്പിച്ചു കൊടുക്കുന്നതാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. Departmentalization is grouping activities and resources into units based on functions, geography, product or customer. ഉദാഹരണത്തിന് പ്രവർത്തികളും വിഭവങ്ങളും ഒരു യൂണിറ്റ്സിന് ഇപ്പം അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഫൈനാൻസുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് എംപ്ലോയീസിന്റെ കാര്യങ്ങളെല്ലാം ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് എല്ലാം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അങ്ങനെ ഡിപ്പാർട്ട്മെന്റിന് ഫങ്ഷനെ അടിസ്ഥാനമാക്കി അതാണ് മാർക്കറ്റിംഗ് ഫൈനാൻസ് എന്നൊക്കെയുള്ള ഫങ്ഷനെ അടിസ്ഥാനമാക്കി. അല്ലെങ്കിൽ ജിയോഗ്രഫി, ഇപ്പം സതേൺ റീജിയനിൽ ഒരു ബിസിനസിന്റെ ഇപ്പോൾ ഉദാഹരണത്തിന് റിലയൻസിന്റെ സതേൺ റീജിയന്റെ ഹെഡ് ഓഫീസ് ചെന്നൈ, നോർത്തേൺ റീജിയന്റെ ഹെഡ് ഓഫീസ് ഉദാഹരണത്തിന് ഏതെങ്കിലും എവിടെയാണ്, ഡൽഹി, അല്ലെങ്കിൽ വെസ്റ്റേൺ റീജിയന്റെ മുംബൈ, ഈസ്റ്റേൺ റീജിയന്റെ കൽക്കട്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ചെന്നൈ ആയിരിക്കും സതേൺ റീജിയൻ, കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആന്ധ്രയുടെ ഒക്കെ മൊത്തം പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് ഏകീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പൊ അതാണ് ജിയോഗ്രഫി അടിസ്ഥാനമാക്കി. പിന്നെ പ്രോഡക്റ്റിനെ അടിസ്ഥാനമാക്കി ഉണ്ടാകാം, കസ്റ്റമറെ അടിസ്ഥാനമാക്കി ഉണ്ടാകാം. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഈ തലങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ആക്ടിവിറ്റീസും റിസോഴ്സും കമ്പനിയുടെ വിന്യസിക്കുന്നതിനാണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സ്പാൻ ഓഫ് മാനേജ്മെന്റ് റെഫേഴ്സ് ടു ദി നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് എ മാനേജർ ക്യാൻ ഇഫക്റ്റീവ്ലി സൂപ്പർവൈസ്. ഒരു മാനേജർക്ക് വ്യക്തമായിട്ട്, കൃത്യമായിട്ട് അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് ഒരു സമയം എത്ര പേരെ സൂപ്പർവൈസ് ചെയ്യാൻ സാധിക്കും? ഇപ്പൊ ഉദാഹരണത്തിന് ഒരു മാനേജർക്ക് 5 പേരെ അദ്ദേഹത്തിന്റെ കഴിവനുസരിച്ച് സൂപ്പർവൈസ് ചെയ്യാൻ സാധിക്കും. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് താഴെ 5 പേരെ അദ്ദേഹത്തിന് പറ്റത്തുള്ളൂ, അതിലുള്ള ആൾക്കാരെ അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കുന്ന എംപ്ലോയീസിന്റെ എണ്ണമാണ്, ഒരു മാനേജർക്ക് താഴെയുള്ള എംപ്ലോയീസിന്റെ എണ്ണത്തിനെയാണ് സ്പാൻ ഓഫ് മാനേജ്മെന്റ്. അതും ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സ്പാൻ ഓഫ് മാനേജ്മെന്റ് റെഫേഴ്സ് ടു ദി നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ്, കീഴ് ജോലിക്കാർ. ഒരു മാനേജർക്ക് ഫലപ്രദമായിട്ട് മാനേജ് ചെയ്യാൻ, സൂപ്പർവൈസ് ചെയ്യാൻ കഴിയുന്ന കീഴ് ജോലിക്കാരുടെ എണ്ണമാണ് സ്പാൻ ഓഫ് മാനേജ്മെന്റ്. അടുത്തത് എത്രാമത്തെയാണ്? മൊഡ്യൂൾ 5, സ്റ്റാഫിംഗ് ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ്. ഇത് നമ്മൾ ഹ്യൂമൻ റിസോഴ്സോടെ ബന്ധപ്പെട്ടാണ്. വാട്ട് ഈസ് സ്റ്റാഫിംഗ്? സ്റ്റാഫിംഗ് ഈസ് എ പ്രോസസ് ഓഫ് റിക്രൂട്ടിംഗ്, തിരഞ്ഞെടുക്കുക, ഇല്ല ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക, സെലക്ട് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, ആൻഡ് ഡെവലപ്പിംഗ് എംപ്ലോയീസ് ടു ഫിൽ റോൾസ് ഇൻ ദ ഓർഗനൈസേഷൻ. അല്ലേ? എന്നുവെച്ചാൽ ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള, ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള തൊഴിലാളികളെ അല്ലെങ്കിൽ ജോലിക്കാരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുകയും അവരെ ജോലി ചെയ്യാൻ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് ഈസ് എ പ്രോസസ് ഓഫ് റിക്രൂട്ട് ചെയ്യണം, അവരെ റിക്രൂട്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക. നമ്മൾ ഇന്റർവ്യൂ ചെയ്യണം, ഞാനാണ് ഇന്റർവ്യൂ ചെയ്തിട്ട് ഇന്റർവ്യൂവിന് ശേഷം അവരെ സെലക്ട് ചെയ്ത സ്റ്റാഫിനെ, എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുക, ആൻഡ് ഡെവലപ്പിംഗ് എംപ്ലോയീസ്, അവരെ ജോലി ചെയ്യാൻ വേണ്ടിയുള്ള, അവർക്ക് അകത്ത് വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടിയുള്ള ട്രെയിനിങ്ങും പരിശീലനവും ഒക്കെ നൽകുന്നതിനാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്? റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ സ്റ്റെപ്സ് എന്താണ്? ഐഡന്റിഫൈ സ്റ്റാഫിംഗ് നീഡ്സ്. ഒരു കമ്പനിക്ക് എന്താണ് ആവശ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ക്രിയേറ്റ് ജോബ് ഡിസ്ക്രിപ്ഷൻസ്. എന്നാലും നമ്മൾ ഈ തിരഞ്ഞെടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഏത് തരത്തിലുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻസ്, അവർക്ക് എന്തെല്ലാം അറിയണം, ഏതെല്ലാം തരത്തിലുള്ള എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാകണം എന്നൊക്കെയുള്ള നമ്മൾ തീരുമാനിക്കുക. സോഴ്സ് കാൻഡിഡേറ്റ്സ്, എന്നിട്ട് അവരെ നമ്മൾ തിരഞ്ഞു പിടിക്കുക. പത്രത്തിൽ പരസ്യം കൊടുക്കണോ, ഫേസ്ബുക്കിൽ പരസ്യം കൊടുക്കണോ, അല്ലെങ്കിൽ യൂട്യൂബിൽ പരസ്യം കൊടുക്കണോ, അല്ലെങ്കിൽ ഏതെങ്കിലും റിക്രൂട്ട്മെന്റ് ഏജൻസിയെ നമ്മൾ ഏൽപ്പിക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് സ്ക്രീൻ ആൻഡ് ഇന്റർവ്യൂ കാൻഡിഡേറ്റ്സ്, എന്നിട്ട് അവർ അയച്ചു തരുന്ന ബയോഡേറ്റയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരെ ഇന്റർവ്യൂവിന് വേണ്ടി വിളിക്കുക. സ്ക്രീൻ ആൻഡ് ഇന്റർവ്യൂ കാൻഡിഡേറ്റ്സ്. പിന്നെ സെലക്ട് ആൻഡ് ഓൺ ബോർഡ് എംപ്ലോയീസ്, എന്നിട്ട് അവരെ നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്ത് എന്നിട്ട് അവരെ നമ്മുടെ കമ്പനിയിലേക്ക് സ്വീകരിക്കുക, ഓൺ ബോർഡ് ചെയ്യുന്നതിനാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്.
5 സ്റ്റെപ്പാണ്. ഒന്ന് ഐഡന്റിഫൈ സ്റ്റാഫിംഗ് നീഡ്സ്, അത് വേണം അത്യാവശ്യം. നമുക്ക് എന്താണ് ആവശ്യം, ഏത് തരത്തിലുള്ള എംപ്ലോയീസ് ആണ് ആവശ്യം. ഇപ്പം BCom പ്ലസ് കമ്പ്യൂട്ടർ മതിയോ, അതോ MBA പ്ലസ് കമ്പ്യൂട്ടർ വേണോ, അല്ലെങ്കിൽ BTech വേണോ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വേണോ, മാർക്കറ്റിംഗ് MBA കഴിഞ്ഞിട്ട് വേണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുക. അതിനാണ് ഐഡന്റിഫൈ സ്റ്റാഫിംഗ് നീഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ, അവർ ഇത്ര വർഷം പ്രവൃത്തി പരിചയമുള്ളതായിരിക്കണം, ഇന്ന കമ്പനികൾ, ഇന്ന രീതിയിലുള്ള കമ്പനികളിൽ പ്രവൃത്തി പരിചയം ഉണ്ടാകണം, മനസ്സിലായല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സോഴ്സ് കാൻഡിഡേറ്റ്, അവരെ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി അതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ അവലംബിക്കുക. പത്രത്തിൽ പരസ്യം കൊടുക്കുക, മുമ്പേ പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ പരസ്യം കൊടുക്കുക. പിന്നെ ഇന്റർവ്യൂ നടത്തുക, എന്നിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ട് അവരെ സെലക്ട് ചെയ്തിട്ട് അവരെ കമ്പനിയിലേക്ക് സ്വീകരിച്ച് അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുന്നത്. അടുത്താണ് വാട്ട് ഈസ് ഡയറക്ടിങ് ഇൻ മാനേജ്മെന്റ്. ഡയറക്ടിങ് ഇൻവോൾവ്സ് ലീഡിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ഇൻഫ്ലുവൻസിങ് എംപ്ലോയീസ് ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ്. അവരെ നയിക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക, സ്വാധീനിക്കുക. എന്തിനെ, മെച്ചപ്പെട്ട ജോലികൾ ചെയ്യാൻ വേണ്ടി, ജോലികൾ മെച്ചമായ രീതിയിൽ ചെയ്യാൻ വേണ്ടി. ഡയറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്യുക. ഓർഗനൈസേഷണൽ ഗോൾസ്, കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി. വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. അപ്പൊ ഡയറക്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞു, അത് ലീഡ് ചെയ്യുകയാണ്, മോട്ടിവേറ്റ് ചെയ്യുകയാണ്, ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്, സ്വാധീനിക്കുകയാണ് എംപ്ലോയീസിനെ ജോലികൾ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി. ഇനി എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് എന്താണ്? ലീഡർഷിപ്പ് ഉണ്ട്, മോട്ടിവേഷൻ ഉണ്ട്, നമ്മൾ മേളിൽ പറഞ്ഞു തന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സൂപ്പർവിഷൻ ഉണ്ട്. അവരെ നയിക്കണം, ലീഡ് ചെയ്യണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം, അവരോട് കാര്യങ്ങൾ വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം ഏതെല്ലാം ജോലികൾ എപ്പോഴെല്ലാം എങ്ങനെയെല്ലാം ചെയ്യേണ്ടതെന്ന്. പിന്നെ അവരെ സൂപ്പർവൈസ് ചെയ്യണം, അവരുടെ ജോലിയെ നമ്മൾ നിരീക്ഷിക്കണം. ഹലോ, ഇപ്പൊ ഇവിടെ ഉണ്ട്. അവിടെ ആനന്ദേശ്വര, അവിടുന്ന് കിഴക്കോട്ട് വരുന്ന വഴിക്ക് നമ്മൾ ഏകദേശം പ്രൈമറി സ്കൂൾ, LP സ്കൂൾ വരെ ആകണ്ട, അതിന് കുറച്ച് മുമ്പായിട്ട് 3 വീട് പടിഞ്ഞാട്ടായിട്ട് വരും. ഇപ്പൊ വരുന്നുണ്ടോ? ഓക്കെ, ഇങ്ങോട്ട് വന്നാൽ മതി. LP സ്കൂൾ അവിടെ വരെ പോകണ്ട, അതിന് തൊട്ട് മുമ്പായിട്ട്. സ്കൂൾ വരെ പോകണ്ട, ഡാൻസ് സ്കൂളും കഴിഞ്ഞ് മുമ്പോട്ട് വരണം. ഡാൻസ് സ്കൂൾ കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ഒരു വളവും ഒക്കെ ആയിട്ടുണ്ട്, വളവുമായിട്ടേക്ക്. ഡാൻസ് സ്കൂൾ കഴിഞ്ഞ് താഴോട്ടിറങ്ങുന്ന വഴിയുണ്ടല്ലോ, ഇറക്കമാണല്ലോ, ചെറിയ ഇറക്കമാണല്ലോ. ഓക്കെ 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 ഓക്കെ. ഫോണുകളോ? ഓക്കെ. അപ്പൊ മോട്ടിവേഷൻ, പ്രോസസ് ഓഫ് എന്താണ് പറയുന്നത്, എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, സൂപ്പർവിഷൻ. അടുത്ത മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് എംപ്ലോയീസ് ടു പെർഫോം ദെയർ ബെസ്റ്റ് ത്രൂ റിവാർഡ്സ്, റെക്കഗ്നീഷൻ ആൻഡ് ക്ലിയർ ഗോൾസ്. അവരുടെ ജോലിയെ നമ്മൾ അംഗീകരിക്കുന്ന, നല്ല ജോലി ചെയ്യാൻ വേണ്ടി അവരെ അംഗീകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. എന്തിനാണ് അവരെ അംഗീകരിക്കുന്നത്? റിവാർഡും കൊടുത്തും, റെക്കഗ്നീഷൻ, റിവാർഡ്സ്, അതുപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള അവരെന്താണ് ചെയ്യേണ്ടതെന്ന് ഉള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരണം കൊടുക്കുക. കാരണം കൃത്യതയില്ലെങ്കിൽ, ക്ലാരിറ്റി ഇല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ ജോലി ഇന്നതായിരിക്കണം, അപ്പൊ അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക. ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ ഈ ജോലി ചെയ്യാൻ വേണ്ടി സജ്ജമാക്കുക. അപ്പൊ അങ്ങനെ സജ്ജമാക്കിയതിനു ശേഷം അവരെ ഈ ജോലി കൃത്യമായി ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. എന്നിട്ട് പ്രോത്സാഹിപ്പിച്ച് അവർ ആ ജോലി ഏറ്റെടുത്ത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് റിവാർഡ് കൊടുക്കുക, സമ്മാനങ്ങൾ കൊടുക്കുക, അവരെ അംഗീകരിക്കുക. ഇതൊക്കെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് എംപ്ലോയീസ് ടു പെർഫോം ദ ബെസ്റ്റ് ത്രൂ റിവാർഡ്സ്, റെക്കഗ്നീഷൻ ആൻഡ് ക്ലിയർ ഗോൾസ്. അത് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ്. നേതൃത്വത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള രീതികൾ എന്തൊക്കെയാണ്? ഓട്ടോക്രാറ്റിക് ഉണ്ട്, ഹിറ്റ്ലറെ പോലെ, സ്റ്റാലിനെ പോലെ. ഡെമോക്രാറ്റിക് ഉണ്ട്, ജനാധിപത്യപരമായിട്ട്. പിന്നെ ലെയ്സെ ഫെയർ, വളരെ ഫ്രീ ആയിട്ടുള്ള ലെയ്സെ ഫെയർ എന്ന് പറയുന്നത് കേട്ടോ. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ഉണ്ട്, ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് ഉണ്ട്, ലെയ്സെ ഫെയർ ഉണ്ട്.
ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എല്ലാം കൈയടക്കി സർവാധിപത്യം. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രീതിയിൽ അവകാശങ്ങളൊക്കെ കൊടുത്ത് എല്ലാവരുടെയും അവകാശങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള. ലെയ്സർ ഫെയർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഫ്രീ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ലെയ്സർ ഫെയർ. അപ്പൊ ഈ മൂന്നെണ്ണമാണ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അടുത്ത കൺട്രോളിംഗ് ഇൻ മാനേജ്മെന്റ്. കൺട്രോളിംഗ് ഈസ് മോണിറ്ററിംഗ് ആൻഡ് മെഷറിംഗ് ആക്ച്വൽ പെർഫോമൻസ് അഗൈൻസ്റ്റ് സെറ്റ് ഗോൾസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എംപ്ലോയീസിനോട് ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അവരുടെ ജോലി നേരത്തെ തീരുമാനിച്ച് ഇന്ന് ഉറപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവർ ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്യുമ്പോൾ തന്നെ അവരെന്താണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കുക. ജോലി ചെയ്തതിന് ശേഷവും നമ്മൾ ഈ സെറ്റ് ചെയ്തിട്ടുള്ള അല്ലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ അവർ ചെയ്തിട്ടുള്ളതെന്നുള്ള ഒരു കമ്പാരറ്റീവ് ആയിട്ടുള്ള താരതമ്യ പഠനം നടത്തുക എന്നുള്ളതാണ് അപ്രൈസൽ എന്ന് പറയുന്നത്. കൺട്രോളിംഗ് ഈസ് മോണിറ്ററിങ്, നിരീക്ഷിക്കുക, അതുപോലെ തന്നെ മെഷർ ചെയ്യുക, അളക്കുക അവരുടെ ആക്ച്വൽ പെർഫോമൻസ്. അവരെന്താണ് ശരിയായിട്ട് ചെയ്യുന്നത്, ആക്ച്വലി എന്താണ് ചെയ്യുന്നത്, അത് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത് അവരോട് പറഞ്ഞുറപ്പിച്ചിട്ടുള്ള നിങ്ങൾ ഇന്നതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നിരീക്ഷിക്കുകയും അളക്കുകയും ചെയ്യുക, മെഷർ ചെയ്യുകയും ചെയ്യുന്നതിനാണ് നമ്മൾ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അത് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ കൺട്രോൾ പ്രോസസ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഒരു മാനദണ്ഡം നമ്മൾ ആദ്യമേ വെക്കുക. ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഉദാഹരണത്തിന് ഒരു സ്റ്റാഫിനോട് പറയുകയാണ്, നിങ്ങൾ ഇന്ന് ഇത്ര ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കണം, 5 ഉൽപ്പന്നങ്ങൾ ഇന്നത്തെ ദിവസം ഉൽപ്പാദിപ്പിക്കണം. അപ്പം അത് പറഞ്ഞ് നമ്മൾ വെച്ചു. സെറ്റ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്, പെർഫോം ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന ജോലിയുടെ മാനദണ്ഡം നമ്മൾ നിശ്ചയിച്ചു. പിന്നെ മെഷർ ആക്ച്വൽ പെർഫോമൻസ്. വൈകുന്നേരം ആകുമ്പോൾ അത് നമ്മൾ പരിശോധിക്കുക, ഇവർ 5 ഉൽപ്പന്നങ്ങൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ, നിർമ്മിച്ചിട്ടുണ്ടോ എന്നുള്ളത്. കമ്പയർ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. എന്നിട്ട് 5 എണ്ണം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, 5 എണ്ണം നിർമ്മിച്ചില്ലെങ്കിൽ അതിന് താഴെയാണെങ്കിൽ അത് ഓക്കെ, പക്ഷെ അതിനെ നമ്മൾ കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുക. എന്നിട്ട് കറക്റ്റീവ് ആക്ഷൻ, എന്നിട്ട് അതിനെ തിരുത്താൻ വേണ്ടി. ഇപ്പൊ 5 എണ്ണം പറഞ്ഞ് 4 എണ്ണം പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റാഫ് ഉണ്ടാകും. അപ്പൊ അതിന് കാരണം കണ്ടുപിടിച്ചിട്ട് അവർക്കിനിയും അത് നിർമ്മിക്കാനുള്ള സ്പീഡില്ല, അല്ലെങ്കിൽ ട്രെയിനിങ് കുറവാണെങ്കിൽ അവർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക, അല്ലെങ്കിൽ അതുപോലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക. അപ്പൊ ഇതാണ് കൺട്രോളിംഗ് പ്രോസസ്സിലുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സെറ്റ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. ആദ്യം സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക, മാനദണ്ഡം ഫിക്സ് ചെയ്യുക. എന്നിട്ട് ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുക. എന്നിട്ട് ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡുമായിട്ട്, സ്റ്റാൻഡേർഡ് ആ സെറ്റ് ചെയ്ത ഗോൾ ഉണ്ടല്ലോ, സെറ്റ് ചെയ്ത അതുമായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് അതിനകത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ, കുറവുകളുണ്ടെങ്കിൽ അതിനകത്തിൽ റെമഡിയൽ ആക്ഷൻ എന്ന് വെച്ചാൽ കറക്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അടുത്ത വാട്ട് ആർ ദ ടെക്നിക്സ് ഓഫ് കൺട്രോൾ? അത് ബജറ്ററി കൺട്രോൾ ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് ഉണ്ട്, ഓഡിറ്റ്സ് ഉണ്ട്, പെർഫോമൻസ് അപ്രൈസൽ ഉണ്ട്. ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ബജറ്റ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു വരാൻ പോകുന്ന ഒരു നിശ്ചിത കാലത്തേക്കുള്ള നമ്മൾ പിന്നെ എന്താണ് ഇപ്പം വരവും ചെലവും ഒക്കെ നമ്മൾ നേരത്തെ കൂട്ടി കണക്കിലെടുക്കുക, അതിനാണ് ബജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പിന്നെ ഉദാഹരണത്തിന് കമ്പനിയുടെ മാനേജ്മെന്റ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞു, ഈ വരുന്ന വർഷം അല്ലെങ്കിൽ ഈ വരുന്ന ഈ മാസം നിങ്ങളുടെ മൊത്തം ചെലവ് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോകാൻ പാടില്ല. അപ്പം പെർഫോമൻസ് സ്റ്റാൻഡേർഡ് അവിടെ ഫിക്സ് ചെയ്തു. അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് നോക്കിയപ്പോൾ 1,10,000 രൂപ ചിലവായിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പഠിക്കുക, എന്തുകൊണ്ട് ഇപ്പോൾ 10,000 രൂപ അഡീഷണലായി അധികമായി എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അത് വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ, അടുത്ത മാസത്തിലേക്ക് പോകുമ്പോൾ അത് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുക. അപ്പോൾ അതാണ് ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. നേരത്തെ ബജറ്റ് മുന്നേ കൂട്ടി നിശ്ചയിക്കുക, ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ ഫംഗ്ഷന്. അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടാകാം, നമ്മൾ റിപ്പോർട്ടുകളുണ്ട്, റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ. അല്ലെങ്കിൽ ഓഡിറ്റ് നടത്താം, ഓഡിറ്റിംഗ് ചെയ്യാം. അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസലിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളുടെ രീതികൾ, അത് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അത് മുഴുവനായി ചെയ്യാൻ സാധിച്ചോ, അല്ലെങ്കിൽ അത് കുറവാണോ ചെയ്തത്, കൂടുതലാണോ ചെയ്തത് എന്നുള്ള പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ കൺട്രോളിംഗ് പ്രോസസ് നമുക്ക് നടപ്പിലാക്കാവുന്നതാണ്. അപ്പോൾ ബജറ്ററി കൺട്രോൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്, ഓഡിറ്റ്സ്, പെർഫോമൻസ് അപ്രൈസൽ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ മാനേജ്മെന്റ് ടെക്നിക്സ് കോൺസെപ്റ്റ്സിന്റെ 5 മൊഡ്യൂള്. അതിനകത്തിൽ പ്രധാനപ്പെട്ട ഏകദേശം ഈ മൊഡ്യൂളിന്റെ ഒരു ചുരുക്കം ആണ് നമ്മൾ ഈ ചോദ്യോത്തരങ്ങളായിട്ട് ഇതിനകത്തിൽ
പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ഓർത്തിരുന്ന് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ആൻസറുകൾ ഒരു സെന്റൻസിലോ 2 സെന്റൻസിലൊക്കെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ അത് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് നോക്കുക, ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് നോക്കുക, കൃത്യമായിട്ട് ഓർത്തിരിക്കുക, അത് പഠിച്ചെഴുതാൻ ശ്രമിക്കുക. ഓക്കെ.